SSC റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ടുള്ള GK ബാച്ച്. അതിൽ ഹിസ്റ്ററി ആണ് ആദ്യം നോക്കുന്നത്. ഒന്നാമത്തെ വീഡിയോ സ്റ്റോൺ ഏജ്, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോ ഇൻഡസ് വാലി സിവിലൈസേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ അവസാനിപ്പിച്ചത് സ്റ്റോൺ ഏജിലായിരുന്നു. സ്റ്റോൺ ഏജിന് ശേഷം ചാൽക്കോലിത്തിക് ഏജ്, അതായത് സ്റ്റോൺ എന്ന് പറയുന്നത് കല്ല്. അതിന് ശേഷം ആദ്യമായിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച മെറ്റൽ കോപ്പറുമായി യൂസ് ചെയ്തിട്ടുള്ളത് ചാൽക്കോലിത്തിക്. അതിന് ശേഷം വരുന്ന ബ്രോൺസ്, കോപ്പറും ടിന്നും ചേർന്നിട്ടുള്ള ബ്രോൺസ് ഏജിൽ ഉൾപ്പെടുന്നതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രോൺസ് ഏജ്. ഇവിടെ തന്നെ പറഞ്ഞു ബ്രോൺസ് ഏജിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ബ്രോൺസ് ഏജ് ആയിട്ട് മാറുന്നത്? ഇവിടെ ഈ ഒരു സ്ലൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ഒരു ചെറിയ ഭാഗം, ഇവിടെയാണ് ഈ പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഭാഗം കോപ്പർ ഡെപ്പോസിഷനുള്ള ഒരു ഏരിയ, ഇന്ത്യയുടെ ഈ രാജസ്ഥാൻ്റെ താഴെയുള്ള ഈ ഭാഗം. അപ്പോൾ ഇവിടെ നിന്നാണ് കോപ്പർ ലഭിക്കുന്നത്. അതുപോലെ ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഈ ഒരു ഏരിയ വന്ന് ടിന്നും ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ സംബന്ധിച്ചിട്ട് ഇവിടുന്ന് കിട്ടുന്ന ടിന്നും ഇവിടുന്ന് കിട്ടുന്ന കോപ്പറും ചേർന്നിട്ട് ബ്രോൺസ് ഉപയോഗിച്ചുള്ള ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഇത് ബ്രോൺസ് ഏജിൻ്റെ ഭാഗമാവുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നോക്കേണ്ടത് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈ പേര് എന്തുകൊണ്ടാണ് വന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യേൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് സിന്ധു നദിയും ഈ ഇൻഡസ് എന്ന് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒഴുകുന്നൊരു നദി, സിന്ധു നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും കൂടെ ചേരുന്ന ഒരു ഭാഗമാണ് ഇന്ത്യയുടെ. ഈ ഭാഗം രാജസ്ഥാനുമായിട്ട് ഗുജറാത്തിൻ്റെ, ഗുജറാത്ത്, ഏകദേശം ഈ ലൊക്കേഷൻ മനസ്സിലായില്ല. സിന്ധു നദിയും അതിൻ്റെ ട്രിബ്യൂട്ടറീസും സരസ്വതി നദി ഒക്കെ ചേരുന്ന ഈ ഒരു ഭാഗമാണ്. അവിടെ നിന്നാണ് ഈ ഇൻഡസ് എന്നുള്ള പേര് വരുന്നത്. നിയർ ഇൻഡസ് ഓർ സിന്ധു റിവർ. അതിൻ്റെ തന്നെ വേറൊരു പേര്, ഇത് ഒരു നോമാണ്. നമ്മളൊരു പുതിയതായിട്ടുള്ളൊരു സിവിലൈസേഷൻ അഥവാ കൾച്ചർ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം കണ്ടുപിടിച്ച സൈറ്റിൻ്റെ പേരിലായിരിക്കും അതറിയുക. ഓൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പനാണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി? ആദ്യം ആയിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച സൈറ്റ്, ഈ സിവിലൈസേഷനിലെ സൈറ്റ് എന്ന് പറയുന്നത് ഹാരപ്പനാണ്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ്. അടുത്തത് ഇതിൻ്റെ പീരീഡ് പറയും. 2500 to 1700 അഥവാ 2600 to 1700 BC എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഫോർ ക്രൈസ്റ്റ്, കോമൺ എറക്ക് മുന്നേ ഉള്ള പീരീഡ്. അപ്പോൾ ഈ ഒരു പീരീഡ് ഓർത്ത് വെക്കുക. 2600 മുതൽ 1700 വരെയുള്ള കാലഘട്ടം. ഇതിന് മുന്നേ കുറച്ച് പീരീഡ് ഉണ്ട്. അതായത് ഈ 2600 to 1700 എന്ന് പറയുന്നതാണ് മെച്യൂർ ഫേസ്. ഇതിൻ്റെ സിവിലൈസേഷൻ ഏറ്റവും പീക്കിലുള്ള, അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലുള്ള മെച്യൂർ ഫേസ് എന്ന് പറയും അതിന്. ഇപ്പോൾ ഇതിന് മുന്നേ ഇപ്പോൾ ഒരു 3000 മുതൽ 2600 വരെയുള്ള ഒരു ചെറിയ പീരീഡ്, ആ പീരീഡിന് പ്രീ എന്ന് പറയും. അതുപോലെ ഇതിന് ശേഷം 1700 ശേഷവും 1000 വരെയൊക്കെ ഇതിൻ്റെ സിവിലൈസേഷൻ്റെ ചില സൈറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ മെച്യൂർ ഫേസിലുള്ളത് ഈ ഒരു ഫേസിനാണ്, 2600 to 1700. അടുത്ത ഒരാളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേര് ജോൺ മാർഷൽ. ഇത് എങ്ങനെ ക്വസ്റ്റ്യൻ വരിക വെച്ചാൽ, ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സമയത്ത് ഇൻഡസ് വാലി സിവിലൈസേഷൻ കണ്ടുപിടിക്കുന്ന സമയത്തെ ഡയറക്ടർ അഥവാ ചെയർമാനാണ് ജോൺ മാർഷൽ. ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ അലക്സാണ്ടർ കണ്ണിങ്ഹാം. മൂപ്പര് തന്നെയാണ് ഫാദർ ഓഫ് ആർക്കിയോളജി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആർക്കിയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. അപ്പോൾ രണ്ടാളുകളെ പേര് ഇവിടെ നോട്ട് ചെയ്യണം. ഒന്ന് ജോൺ മാർഷൽ. 1920 സമയത്താണ് ഈ സിവിലൈസേഷനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കുന്നത്. ആ സമയത്തെ ആർക്കിയോളജി ASIയുടെ ഡയറക്ടറാണ് ജോൺ മാർഷൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ASIയുടെ ആദ്യത്തെ ചെയർമാൻ, ഫാദർ ഓഫ് ഇന്ത്യൻ ആർക്കിയോളജി, അലക്സാണ്ടർ കണ്ണിങ്ഹാം. ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, കണ്ണിങ്ഹാം. അടുത്തൊരു പോയിന്റ്, ഇത് ഏതൊക്കെ ഭാഗത്തുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞു. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ചെറിയൊരു ഭാഗത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ചെറിയൊരു ജോഗ്രഫിയിലെ ഒരു ഐഡിയ എല്ലാവർക്കും നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗത്ത് ഉൾക്കൊള്ളുന്നു. ഇത് നമുക്കറിയാം. ഗുജറാത്ത്, ഇപ്പോൾ ഇവിടെ ഉത്തർപ്രദേശിൻ്റെ ചെറിയൊരു ഭാഗം, ഇവിടെ മഹാരാഷ്ട്രയുടെ ചെറിയ ഭാഗം, മെയിനായിട്ട് ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, രാജസ്ഥാൻ്റെ ഭാഗം,
ആ ഒരു ഭാഗത്തൊക്കെ ഇതാണ് യു പിയുടെ വെസ്റ്റേൺ യു പി. ഇതൊക്കെയാണ് ഇന്ത്യയിൽ സിവിലൈസേഷൻ. പാകിസ്ഥാനിൽ അതുപോലെ സിന്ധ്, ബലൂചിസ്ഥാൻ, പഞ്ചാബ് ഏരിയ. സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കലി ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഐഡിയ. അടുത്തതാണ് ഇതിൻ്റെ എക്സ്ട്രീം എൻഡുകൾ. ഇപ്പോൾ ഒരു സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കുമല്ലോ, ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കും ഒരു ഏരിയയിൽ. അത് ഏതൊക്കെ എൻഡിലാണെന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇതാണ് ഇപ്പോൾ ഇന്ത്യേൻ്റെ ഈ ബൗണ്ടറി. ഇതിനിപ്പുറത്തുള്ള ഈ രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗം ഒരുപാട് സൈറ്റുകളുണ്ടാവും. ഇവിടെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് സൈറ്റുകളുണ്ടാവും. അപ്പോൾ ഈ ഒരു സിവിലൈസേഷൻ മൊത്തത്തിൽ 4 എൻഡുകൾ എക്സാമിന് ചോദിക്കും. ഇതിൻ്റെ ഈസ്റ്റേൺ എൻഡിലുള്ള സൈറ്റ് ഏതാണ്? അപ്പോൾ ഈസ്റ്റേൺ എൻഡിൽ ഏതാ? ആലംഗീർപൂർ, ഉത്തർപ്രദേശ്, വെസ്റ്റേൺ യു പിയിൽ. മാണ്ട, ജമ്മു കാശ്മീർ, നോർത്തേൺ എൻഡ്. അടുത്ത ഏറ്റവും വെസ്റ്റേൺ എൻഡ് സുത്കാജണ്ടോർ. ഇത് മറ്റേ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഒക്കെ മക്രാൻ കോസ്റ്റിൻ്റെ ഒക്കെ അടുത്ത് വരുന്ന ഒരു ഭാഗം, സുത്കാജണ്ടോർ. ഏറ്റവും താഴെ സൗത്ത് എൻഡിൽ എക്സ്റ്റെൻഡ് ദൈമാബാദ്. ഈ 4 എക്സാമിന് 4ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരും. ഇതിൻ്റെ ഈസ്റ്റേൺ എക്സ്റ്റെൻഡ് എവിടെയാണ്? ആലംഗീർ. അപ്പോൾ ഇത് ആദ്യം ഈ സ്റ്റേറ്റ് ഓർമ്മിച്ച് വെക്കുക. ആദ്യം ഈ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെ എൻഡിൽ ഒന്നുണ്ട് എന്ന് ആലോചിക്കുക. പിന്നെ അടുത്തത് മഹാരാഷ്ട്ര, ഗുജറാത്തിൻ്റെ താഴെ മഹാരാഷ്ട്ര. ആദ്യം മഹാരാഷ്ട്ര, പിന്നെ യു പിയുടെ ഈ എൻഡ് ആലംഗീർപൂർ, പിന്നെ മേലെ ജമ്മു കാശ്മീർ. പിന്നെ അതിൽ അടുത്തതായിട്ട് ഇത് പഠിക്കുക, കാശ്മീരിൽ മാണ്ട. അപ്പോൾ മണ്ട എന്ന് പറയുന്നത് നമ്മളെ തലക്ക് പറയുന്ന പേരല്ലേ. സാധാരണ മണ്ടക്കടിക്കുക എന്ന് പറഞ്ഞാൽ തലയല്ലേ. അപ്പോൾ മാണ്ട എന്ന്. അപ്പോൾ കാശ്മീരിൽ മാണ്ട, യു പിയിൽ ആലംഗീർ, ഏറ്റവും മഹാരാഷ്ട്രയുടെ ഭാഗത്ത് ദൈമാബാദ്. ഇപ്പോൾ MASD മാഡ്സ്. മാണ്ട, ആലംഗീർ, ദൈമാബാദ്, സുത്കാജണ്ടോർ. അപ്പോൾ ഓരോ എക്സ്റ്റെൻഡ്. അടുത്തതായിട്ട് എന്തുകൊണ്ടാണ് ഈ സിവിലൈസേഷൻ ഇത്രയും പ്രധാനപ്പെട്ടാവുന്നത്? ലോകത്ത് ഒരുപാട് ആൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻസ് ഉണ്ട്. അതിലൊക്കെ ഇൻഡസ് വാലി അഥവാ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോയിൻ്റാണ്, ടൗൺ പ്ലാനിങ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതാണ് ഹാരപ്പയ്ക്ക് ശേഷം കണ്ടുപിടിച്ച ഒരു സൈറ്റ്. ഈ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എത്രമാത്രം അർബനൈസ്ഡ് സിറ്റിയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാവും ഇവിടുത്തെ സിറ്റി പ്ലാനിങ്. ഒരു സെൻറ്ററിലേക്ക് ഒരു 90 ഡിഗ്രി ലൈന്, അതുപോലെ ഒരുപാട് വരകൾ അതിനപ്പുറം ഇപ്പുറമാണ് ഇവിടെ ഉള്ളത്. അതായത് ഇതൊരു ഗ്രിഡ് ടൈപ്പ് പാറ്റേണിലാണ് ഇൻഡസ് വാലിയിലെ പ്രധാനപ്പെട്ട സിറ്റികളുള്ളത്. അതുപോലെ ഇവിടെ ശ്രദ്ധിച്ചാൽ വേറൊരു കാര്യം മനസ്സിലാവും, ഇതൊരു കോമൺ സിറ്റി പോലെ ഒരു ഏരിയ. അതിൻ്റെ ഒരു വെസ്റ്റേൺ എൻഡിൽ ഇവിടെ എന്തുണ്ട്, കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു ഭാഗം. ഈ ഒരു ഭാഗമാണ് സിറ്റഡൽ എന്നറിയപ്പെടുന്നത്. ഇതുപോലെ കുറച്ച് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സിറ്റഡൽ. ഒരു മോഹൻജാദാരോ സിനിമയിൽ ഈ കാണിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഈ മാർക്ക് ചെയ്ത ഇതാണ് ഗ്രേറ്റ് ബാത്ത്. അപ്പോൾ ഇതിന് ഓരോന്നായിട്ട് വരും. അപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ടൗൺ പ്ലാനിങ് ആണ്. ഇനി അതിലെ ഓരോന്ന് എന്താണെന്ന് നോക്കാം. സിറ്റഡൽ ആൻഡ് ലോവർ ടൗൺ. അപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഇവിടെ ഉയർന്നിട്ടുള്ള ഒരു മേഖല, അതാണ് സിറ്റഡൽ അഥവാ അക്രോപോളിസ് എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർക്കുള്ള താഴെയുള്ള ഒരു ഏരിയ, അതുകൂടാതെ മേലെ ഒരു കുറച്ച് ഉയർന്നിട്ടുള്ള ഫോർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഏരിയ. അപ്പോൾ ഇനി ഓരോ സൈറ്റുകളെ എടുത്തെടുത്ത് പഠിക്കാനുണ്ട്, അന്നേരം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പോൾ ഇവിടെ പറയുന്നത് ചാൻഹുദാരോ, ഇത് ഹാരപ്പൻ സിവിലൈസേഷനിലെ ഒരു സൈറ്റിൻ്റെ പേരാണ്. ഇത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ഉയർന്നിട്ടുള്ളൊരു ഭാഗം, അതിനുശേഷം താഴെ ഒരു കോമൺ അത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലാത്ത ഒരു ഭാഗമാണ് ചാൻഹുദാരോ. വിത്തൗട്ട് സിറ്റഡൽ. ഏത് ഹാരപ്പൻ സൈറ്റിൽ ഏത് സൈറ്റിലാണ് സിറ്റഡൽ ഇല്ലാത്തത്, അക്രോപോളിസ് ലോവർ ടൗണുകൾ ഇല്ലാത്തത് ചാൻഹുദാരോ. അതുപോലെ ഈ ടൗൺ പ്ലാനിങ്ങിൽ വേറൊരു വ്യത്യാസമുള്ളൊരു ഭാഗമാണ് ധോളാവീര. നമ്മൾ ഗുജറാത്തിലെ ധോളാവീര 3 സെറ്റ് സിറ്റഡൽ ധോളാവീര.
ഈ ഒരു PDF ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുക, വേറൊരു PDF കുറച്ചും കൂടെ ഓർഗനൈസ് ആയിട്ട് നോക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഗ്രിഡ് സിസ്റ്റം, ഇപ്പോൾ അവിടുത്തെ അർബൻ പ്ലാൻഡ് സിറ്റീസ് അവിടുത്തെ പ്രത്യേകതയാണ് ഗ്രിഡ് സിസ്റ്റം. അതായത് ഈ രീതിയിൽ അവിടെ പ്ലാൻ ചെയ്തിട്ടാണ് സിറ്റി പണിയുന്നത്. റോഡ്സ് കട്ട് ഈച്ച് അതർ അറ്റ് 90 ഡിഗ്രി. ഇതിലും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, അത് വരുന്നുണ്ട്. അതൊഴികെ ബാക്കിയുള്ള എല്ലാ കോമൺ ക്യാരക്ടറാണ് ഗ്രിഡ് സിസ്റ്റം. ഹാരപ്പൻ സിറ്റീസിന് ഗ്രിഡ് സിസ്റ്റം. അതുപോലെ അടുത്ത ഒരു ഭാഗമാണ് ഗ്രേറ്റ് ബാത്ത്. ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഇതാണ് ഗ്രേറ്റ് ബാത്ത്. അതായത് പലതരത്തിലുള്ള റിലീജിയസ് ഇന്ന് കാണുന്നത് പോലെയുള്ളതല്ല, എന്നാലും റിച്വൽസ് ഒക്കെ നടത്തുന്ന റിച്വൽ ബാത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഭാഗമാണ് ഗ്രേറ്റ് ബാത്ത്. ഇത് കണ്ടെത്തിയിട്ടുള്ളത് മോഹൻജൊദാരോയിലാണ്. ഏറ്റവും വലിയ ഗ്രേറ്റ് ബാത്ത് മോഹൻജൊദാരോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇവിടുത്തെ മറ്റ് സിവിലൈസേഷനോ ആ സമയത്തെ കണ്ടംപററി മറ്റ് സൈറ്റുകളുമായിട്ടുള്ള ബന്ധം, അവിടുത്തെ ബ്രിക്സ് ബേൺഡ് ബ്രിക്സ് ആണ്. അപ്പോൾ ഈ 2600-നും 1700-നൊക്കെ ഉണ്ടായ സമയത്ത് ഇപ്പോഴും അത് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തെ ബ്രിക്സ്, ഈ കാണിക്കുന്ന ചെറിയ ചെറിയ ബ്രിക്സ് ഒക്കെ ചുടുകട്ടയാണ്, അതായത് മണ്ണ് കട്ട ചുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് ഇത്ര ക്ലിയർ ആയിട്ട് ഇപ്പോഴും നമുക്ക് എക്സ്കവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫ്ലോർസ് മെയ്ഡ് ഓഫ് ബേൺഡ് ബ്രിക്സ്, റെക്ടാങ്കുലർ ഷേപ്പ്. അപ്പോൾ അടുത്ത ഗ്രേറ്റ് ബാത്ത് പോലെ അടുത്ത മോഹൻജൊദാരോയിൽ കണ്ടെത്തിയ വേറൊരു കാര്യമാണ് ഈ താഴത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗറിൽ കൊടുത്തിട്ടുള്ള ഇതാണ് ഗ്രേറ്റ് ഗ്രാനറി. ഗ്രാനറി എന്ന് ഉദ്ദേശിക്കുന്നത്, ഈ ഗ്രെയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ അരി, അതായത് ഗ്രെയിൻസ് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് അഗ്രികൾച്ചറിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങൾ, അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാനറീസ്. അപ്പോൾ ഇവിടെ 1 ഫ്ലോർ 2 ഫ്ലോർ 3 ഫ്ലോറൊക്കെയുള്ള ഗ്രാനറീസ് പല സ്ഥലത്തും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് മോഹൻജൊദാരോയിൽ കണ്ടെത്തിയ ഗ്രേറ്റ് ഗ്രാനറി. അതിൻ്റെ ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ മുഴുവൻ സിവിലൈസേഷനിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഗ്രാനറിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷനിൽ ഗ്രേറ്റ് ബാത്ത് അങ്ങനെ 2-3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഗ്രേറ്റ് ഗ്രാനറി. ഇത് മോഹൻജൊദാരോയിലാണ് കണ്ടെത്തിയിട്ടത്. ഈ കാണിക്കുന്നത് പോലെ റെക്ടാങ്കുലർ ഷേപ്പ്. അപ്പോൾ അതുപോലെ ഗ്രെയിൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി പല സൈറ്റിലും പലതരത്തിലുള്ള ഗ്രാനറീസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 2 സ്റ്റോറി 3 സ്റ്റോറി ഒക്കെ മോഹൻജൊദാരോയിലെ ലാർജസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ഗ്രേറ്റ് ഗ്രാനറി. അതുപോലെ ആദ്യം കണ്ടെത്തിയ ഹാരപ്പയിലും ഒരു ഗ്രാനറി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു റോയിൽ 6 ഗ്രാനറീസ്, ഇങ്ങനെ 2 റോ ആയിട്ട്. ഇത് ഹാരപ്പയിൽ കണ്ടെത്തിയിട്ടുള്ള ഗ്രാനറിയാണ്. അതാണ് 12 എണ്ണം, 6 ഇൻ ഈച്ച് റോ, ഇങ്ങനെ 6 എണ്ണം. അതുപോലെ മറ്റേ സ്ഥലത്തും 6 എണ്ണം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഗ്രിഡ് സിസ്റ്റം, ടൗൺ പ്ലാനിങ്. അടുത്തതാണ് അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം. ഹാരപ്പൻ സിറ്റീസിലെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡ്രെയിനേജ് സിസ്റ്റം, അതായത് വെള്ളം ഒഴുകിപ്പോകാനുള്ള പ്രത്യേകമായിട്ടുള്ള സംവിധാനം. അതിന് ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഒരു കോമൺ പാസേജിലേക്ക്, ഓരോ ഇൻഡിവിജ്വൽ ബിൽഡിങ്ങിൽ നിന്ന് ഒരു കോമൺ പാസേജിലേക്കായിരിക്കും വെള്ളം എത്തുക. എന്നിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാൻ ഹോൾസ്, ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള മാൻ ഹോൾസ്, അതും ക്ലോസ്ഡ്, ഓപ്പൺ അല്ല. ബാക്കി ഇതിൻ്റെ കണ്ടംപററി സിവിലൈസേഷനായിട്ടുള്ള ഒരുപാട് ഫോറിൻ പറയുന്ന സിവിലൈസേഷനിൽ പോലും ഇല്ലാത്ത രീതിയിൽ ക്ലോസ്ഡ് ഡ്രെയിനേജ് സിസ്റ്റം, അതിൽ ഇടക്കിടക്ക് മാൻ ഹോൾസ്. അത് ഈ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് അഗ്രികൾച്ചർ. ആ സമയത്തെ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? വീറ്റ്, റായി, പീസ്, ബാർലി. വീറ്റും ബാർലിയൊക്കെ റാബി ക്രോപ്സ് ആണ്, സീസണൽ ക്രോപ്സ്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൺ. അതായത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് കോട്ടൺ യൂസ് ചെയ്തത് ഈ സബ് കോണ്ടിനെൻറ്റിലാണ്. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് തന്നെ ആദ്യമായിട്ട് കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ കോട്ടണ്ണ സിന്ധു നദീതട സംസ്കാരത്തിൽ കണ്ടെത്തി എന്നുള്ള അർത്ഥത്തിൽ സിന്തോൺ എന്ന് വിളിക്കുന്നത് ഈ കോട്ടണ്ണയാണ്. അതായത് ഈ സിന്ധ് എന്ന് പറയുന്നതാണ് സിന്ധു നദി, അതാണ് ഇന്നത്തെ ഇൻഡസ് റിവർ. ഇൻഡസ് റിവറിൻ്റെ അരികിൽ, അതായത് സിന്ധു നദീതട സംസ്കാരത്തിൽ കണ്ടെത്തി എന്നുള്ള അർത്ഥത്തിൽ കോട്ടണ്ണ വിളിക്കുന്ന മറ്റൊരു പേരാണ് സിന്തോൺ. അതിൻ്റെ ഉത്ഭവത്തിൻ്റെ കാരണം ഇതാണ്. ഈ സിന്ധു നദീതട സംസ്കാരത്തിൽ ആദ്യമായി കണ്ടെത്തി എന്നുള്ളത് കൊണ്ട് നമ്മളാണ് ആദ്യമായിട്ട് കോട്ടൺ ഉപയോഗിച്ചത്, ഹാരപ്പൻ സംസ്കാരം.
അടുത്ത ഈ പ്ലോ ഷെയർ ഫൗണ്ട്, അതായത് പ്ലോ എന്ന് പറഞ്ഞാൽ എന്താ, കലപ്പ എന്നുള്ള അർത്ഥത്തിൽ മണ്ണ് കളക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അത് ആദ്യമായി നമ്മൾ കണ്ടെത്തിയത് കാലിബംഗ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഇതുപോലെ ഒരുപാട് സൈറ്റുകളും അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഡീറ്റെയിൽസിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന പ്രത്യേകതകൾ ഏത് സൈറ്റിലാണ് കണ്ടെത്തിയത്. കാലിബംഗ എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു ഹാരപ്പൻ സൈറ്റാണ്. അവിടെയാണ് ആദ്യമായിട്ട് കലപ്പ കണ്ടെത്തിയത്. ഇതൊന്നും കൂടെ വരും. അടുത്തത് അഫ്ഗാനിസ്ഥാൻ്റെ ബലൂചിസ്ഥാനിലെ ഒരു ഏരിയയിൽ ഗബർ ബാൻഡ് നാള വാട്ടർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗുജറാത്തിൽ നമ്മൾ പറഞ്ഞ ലോത്തൽ ഒരു പോർട്ട് സിറ്റിയാണ്. അവിടെ റൈസിൻ്റെ എവിഡൻസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ വാസ് ദ ഫസ്റ്റ് ടു പ്രൊഡ്യൂസ് കോട്ടൺ. തുണിക്കും മറ്റുമായിട്ട് ഉപയോഗിക്കുന്ന കോട്ടൺ ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹാരപ്പൻ സിവിലൈസേഷനിലാണ്. അതുകൊണ്ടാണ് അതിനെ സിന്തോൺ എന്ന് വിളിക്കുന്നത്. സ്പിന്നിങ് വീൽസ് വർ ഫൗണ്ട്. അടുത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനുഷ്യൻ മൃഗങ്ങളെ വളർത്തി മെരുക്കി വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഇവിടെയും ഒരുപാട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസിൻ്റെ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് കിട്ടുക ഇപ്പോൾ ഓരോ മണ്ണിൽ എക്സ്കവേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ബിൽഡിംഗ് പോലെ നമുക്ക് കിട്ടുക ഇത്തരത്തിലുള്ള ഒരുപാട് സീലുകളാണ്. അപ്പോൾ ആ സീലുകളിൽ അവരെന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പിക്ടോറിയൽ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് കിട്ടിയ ഒരു ഇമ്പോർട്ടൻറ്റ് സീലാണ്, അതായത് ഇങ്ങനെ ഈ ഷേപ്പിലുള്ള ഈ സീല് കിട്ടി. ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അവരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇതാണ് പശുപതി സീൽ, അതായത് പ്രോട്ടോ ശിവ. ഇവിടുന്ന് ഒരുപാട് മൃഗങ്ങൾ പിക്ടോറിയലായിട്ട് ഇവരിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാനാവും, ഈ മൃഗങ്ങളെ പറ്റിയൊക്കെ അറിവ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ടൈഗർ, അടുത്തത് ഇത് എലിഫൻറ്റ്, ഇവിടെ നമ്മളെ റൈനോ അഥവാ യൂണിക്കോൺ, അതായത് ഒറ്റ കൊമ്പുള്ള യൂണിക്കോൺ അഥവാ റൈനോ. പിന്നെ ബഫല്ലോ, ഈ കാണിക്കുന്ന ബഫല്ലോ. അടുത്തത് ഡിയർ, മാന്. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. ഒരുപാട് ആനിമൽസിനെ ഡൊമസ്റ്റിക് ആയിട്ട് വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സീല് നമുക്ക് കിട്ടി. അപ്പോൾ ആ സീലിൽ കുറച്ച് മൃഗങ്ങളെ ചിത്രമുണ്ട്. ഈ നടുക്കിരിക്കുന്നതാണ് ശിവൻ. അതായത് ശിവനൊക്കെ വരുന്നത് വേദകാലഘട്ടത്തിലാണ്. അപ്പോൾ ഇതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തിലാണ്. പക്ഷെ അതിന് മുമ്പ് അതുകൊണ്ട് പ്രോട്ടോ ശിവ എന്നറിയപ്പെടുന്നു. മനുഷ്യൻ്റെ ഇതും പിന്നെ നമ്മളെ കാളേൻ്റെ മുഖമുള്ള പ്രോട്ടോ ശിവ അഥവാ പശുപതി സീല് എന്നറിയപ്പെടും. അപ്പോൾ അതാ 3 ഹോൺ ഹെഡഡ്. ഇവിടെ ഏതൊക്കെ മൃഗങ്ങളാണ് ഇല്ലയെന്ന് നോക്കാം. 5 മൃഗങ്ങളാണ് ഇല്ലത്. 1 ടൈഗർ, 2 എലിഫൻറ്റ്, 3 റൈനോ അഥവാ 1 ഹോൺഡ് യൂണിക്കോൺ, 4 ബഫല്ലോ, 5 ഈ ഫിഗറിൽ കാണിക്കുന്ന ഇതാണ് ഡിയർ, മാൻ, നമ്മളെ മാൻ 5. പിന്നെ ഇവിടെ കുറേ എഴുത്ത് കാണുന്നുണ്ടല്ലോ, ഇതിൽ കുറേ പിക്ചേഴ്സാണ്, പിക്ടോറിയൽ ആയിട്ടുള്ള എഴുത്ത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. അവർക്ക് എലിഫൻറ്റിനെ പറ്റി അറിയാം എന്ന് മനസ്സിലായി. ഹോഴ്സിൻ്റെ എവിഡൻസ്, അതായത് പിന്നെ ഇവിടെ ഈ ചിത്രത്തിലൊന്നും കുതിരേൻ്റെ ചിത്രമില്ല. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കും, കുതിരേനെ പറ്റി ഇവർക്ക് അറിയില്ല എന്ന് മനസ്സിലാവും. ഇതിൽ ചെറിയൊരു എക്സാമ്പിൾ, ഇപ്പോൾ എക്സസിൻ്റെ ക്വസ്റ്റ്യനിൽ ഹോഴ്സിൻ്റെ എവിഡൻസ് ഹാരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നോ ആണ് ആൻസർ. പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, ഒരു സൈറ്റ് സുർക്കോത്തട എന്ന് പറയുന്ന ഒരു സൈറ്റിൽ ഒരു ഹോഴ്സിൻ്റെ ഒരു സിംഗിൾ ബോൺ, അതായത് ഒരു എല്ലിൻ്റെ കഷ്ണം, അതിൻ്റെ ഡേറ്റിങ്ങും പരിപാടിയൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായത് ഇത് ഹോഴ്സിൻ്റെ ബോണാണെന്നാണ്. അപ്പോൾ അവിടെ ഹോഴ്സിൻ്റെ ഒരു ബോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഹോഴ്സിനെ പറ്റി അവർക്ക് അറിയുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നോ ആണ് ആൻസർ. അപ്പോൾ ഇതിനെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ അവർക്ക് എന്തറിയില്ല, ഹോഴ്സിനെ പറ്റി അറിയില്ല എന്നർത്ഥം. ആരെല്ലാം പറ്റി അറിയാം, ടൈഗർ, എലിഫൻറ്റ്, റൈനോ അഥവാ യൂണിക്കോൺ, ബഫല്ലോ, ഡിയർ. അത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സീലിലുള്ളത് ഒരു കോഡ് വെച്ച് പഠിക്കാനാണ്. ബെറ്റർ ഡിയർ എന്നുള്ളതാണ് കോഡ്, BETR ഡിയർ. അത് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. ഈ 4 ഏതെങ്കിലും ഒന്ന് മാറ്റിയിട്ട് അതിന് പകരം വേറെ ഏതെങ്കിലും ഒന്ന് തരും. ചിലപ്പോൾ ഇവിടെ അതിന് പകരം സിംഹമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുതിരാന്നോ ഒക്കെ തരും. അപ്പോൾ ഈ പശുപതി സീലിൽ, പ്രോട്ടോ ശിവേൻ്റെ പശുപതി സീലിലുള്ള ആനിമൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടെ നോക്കാൻ. B ബഫല്ലോ, E എലിഫൻറ്റ്, T ടൈഗർ, R റൈനോ അഥവാ യൂണിക്കോൺ, 1 ഹോൺഡ് ആനിമൽ, പിന്നെ ഡിയർ. അടുത്തത് ടെക്നോളജി ആൻഡ് ക്രാഫ്റ്റ്. അപ്പോൾ ഈ സിവിലൈസേഷനെ മൊത്തത്തിൽ
ഒന്ന് പറയുന്നത്. ഇനി അതിന് ശേഷം ഓരോ സൈറ്റുകളെ പറ്റിയിട്ട് പ്രത്യേകം പറയും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അവരുടെ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ആദ്യം തന്നെ പറയുന്നത് എന്താണ്, ഇവിടെ അയേൺ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റോൺ ഏജ്, അതിന് ശേഷം മനുഷ്യൻ മെറ്റൽ കണ്ടുപിടിച്ചു കോപ്പറും ടിന്നും കൂടെ ചേർന്നിട്ട് ബ്രോൺസിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ എടുക്കുന്ന ക്ലാസ്സിൽ മാത്രമേ ഇവർ അയേൺ കണ്ടുപിടിച്ച് തപ്പാന്ന് മനസ്സിലാവുള്ളൂ ഈ സബ് കോണ്ടിനെൻറ്റിൽ. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി, ദേ ഡിഡ് നോട്ട് നോ അബൌട്ട് അയേൺ. പക്ഷേ ബ്രോൺസ് ടൂൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്, കോപ്പറും ടിന്നും ചേർന്ന ബ്രോൺസ്. അവരുടെ ഒക്കുപ്പേഷൻ സ്റ്റോൺ ഏജിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് എന്തായിരുന്നു, ഫുഡ് ഗ്യാദേഴ്സും ആനിമൽ ഹണ്ടേഴ്സുമാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ വ്യത്യാസം വന്നു. ഇവിടെ ടെക്സ്റ്റൈൽ കോട്ടൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബേൺഡ് ബ്രിക്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ബ്രിക്ക് ലെയറിങ് അവരുടെ ജോലിയാണ്. ബോട്ട് മേക്കിംഗ്, ഗുജറാത്തിൻ്റെയൊക്കെ ഈ സൈഡിൽ നമ്മൾ പോർട്ട് സിറ്റികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സൈറ്റിലൊക്കെ നമ്മൾ ഇങ്ങ് ദൂരെയുള്ള മെസപ്പൊട്ടോമിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല ട്രേഡ് റിലേഷൻസ് ഈ സമയത്തുണ്ട്. അതായത് ഈ ഹാരപ്പൻ സിവിലൈസേഷനും മെസപ്പൊട്ടോമിയൊക്കെ ആയിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാവുക, ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന സീലുകൾ ഉണ്ടല്ലോ, അതേ ക്യാരക്ടറുള്ള സീലുകൾ ലോകത്തിലെ പല സിവിലൈസേഷനിലും നമുക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എന്ത് മനസ്സിലായി, ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതായത് മറ്റ് സിവിലൈസേഷനുമായിട്ട് ഇവിടെ ട്രേഡ് നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം, ബോട്ട് വേണം. ബോട്ട് മേക്കിംഗ് ഇവരുടെ ഒരു ഒക്കുപ്പേഷനാണ്. ബീഡ് മേക്കിംഗ് അഥവാ ജ്വല്ലറി മേക്കിംഗ്. അടുത്തത് പറയുന്നത് ജഡൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞു. ഇതൊരു പ്രത്യേക തരത്തിലുള്ള പച്ച നിറമുള്ള ഒരു സ്റ്റോണാണ്. നമ്മളെ മരതകം എന്നൊക്കെ പറയുന്ന പോലെ, മരതകം എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് എമറാൾഡാണ്. അപ്പോൾ ഇവിടെ അതുപോലെ ഈ കാണിക്കുന്ന ജഡൈറ്റ് സ്റ്റോൺസ് ഒരു പ്രത്യേക തരം ജെയ്ഡ് സ്റ്റോണാണ്. ഇത് കിട്ടിയത് എവിടെയാണെന്നുള്ളത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കണം. ആസാമിലെ ദൗജാലി ഹേഡിങ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു ഈസ്റ്റേൺ ഇന്ത്യയിലെ ആസാമിൽ ഉൾക്കൊള്ളുന്ന ദൗജാലി ഹേഡിങ്ങിലാണ് ജഡൈറ്റ് സ്റ്റോൺ കിട്ടിയിട്ടുള്ളത്. അടുത്തത് ഗോൾഡിനെ പറ്റി ഇവർക്ക് അറിയാം. ഇവർക്ക് ഗോൾഡിനെ പറ്റിയിട്ടുള്ള അറിവുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനി ഭാവിയിലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഹാരപ്പൻ സിവിലൈസേഷനിൽ സ്വർണത്തിനെ പറ്റിയിട്ടുള്ള അറിവുണ്ടോ? ഉണ്ട്. ഗോൾഡ് ഓർണമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അത് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പറഞ്ഞു ഇവിടുന്ന് ഈ രാജസ്ഥാൻ്റെ ഈ ഭാഗത്ത് നിന്ന് കോപ്പർ ഉണ്ട് എന്ന് പറഞ്ഞു, ഇവിടെ ടിന്ന് ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് കർണാടകേൻ്റെ ഈ ഭാഗത്തു നിന്നാണ് ഗോൾഡ് കിട്ടുന്നത്. അപ്പോൾ അതെങ്ങനെ വെച്ച് ഓർമ്മിക്കുക, നമ്മൾ KGF എന്ന് പറഞ്ഞ കന്നഡ സിനിമ, ആ സിനിമയിൽ എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, ഗോൾഡ് മൈനിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ടില്ലേ. KGF കോളാർ ഗോൾഡ് ഫീൽഡാണ്. അപ്പോൾ അവിടുന്ന് അത് തന്നെയാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും. കർണാടകയിൽ ഒരുപാട് കൂടുതൽ ഗോൾഡിൻ്റെ മൈനുകളുണ്ട്. അപ്പോൾ ആ സമയത്ത് മുതലേ, ഹാരപ്പൻ സിവിലൈസേഷൻ മുതലേ ഗോൾഡ് കൊണ്ടുവരുന്നിരുന്നത് കർണാടകയിൽ നിന്നാണ്. അപ്പോൾ അത് ക്ലിയറായി. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഗോൾഡ് ഓർണമെൻറ്റ്സ് അവർക്ക് അറിയോ? അതേ അറിയാം. എവിടെ നിന്നായിരുന്നു കിട്ടിയത്? കർണാടകയിൽ. പോട്ടറി എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വീലുണ്ടല്ലോ നമ്മൾ, അപ്പോൾ അത്തരത്തിലുള്ള വീലുകൾ പല സൈറ്റുകളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. പോട്ടേഴ്സ് വീൽ ഫൗണ്ട്, റെഡ് ആൻഡ് ബ്ലാക്ക് പോട്ട്. ട്രേഡ് ത്രൂ എവിഡൻസ് ഓഫ് സീൽ മെയ്ഡ് ഓഫ് സ്റ്റിയറ്റൈറ്റ്. സ്റ്റിയറ്റൈറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെറ്റീരിയലിൻ്റെ പേരാണ്. നമ്മൾ കല്ല് ചുടുക എന്നൊക്കെ പറയുന്ന ഇഷ്ടികയ്ക്ക് ഓടിൻ്റെ മെറ്റീരിയൽ, അതുപോലെ മറ്റൊരു മെറ്റീരിയലാണ് സ്റ്റിയറ്റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് സീൽസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ടെറാക്കോട്ടയുടെ ചില രൂപങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞൊരു പോയിൻ്റാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ഇറാഖ് ഭാഗത്തുള്ള മെസപ്പൊട്ടോമിയയുമായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്ന സീലിൻ്റെ അതേ ക്യാരക്ടറുള്ള സീലുകൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് പറയുന്നത്, ഇപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മെസപ്പൊട്ടോമിയക്കാർ ഈ ഒരു റീജിയൻ, ഇന്ത്യയുടെ ഈ സബ് കോണ്ടിനെൻറ്റിലുള്ള ഈ ഒരു ഭാഗത്തെ കൾച്ചറിലുള്ള ആളുകൾ വിളിക്കുന്ന പേരാണ് മെലൂഹ എന്നുള്ളത്. അതായത് നമ്മൾ ഒരുപാട് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്നതാണ്, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാഖ് ഭാഗമാണ് മെസപ്പൊട്ടോമിയ. അതുപോലെ ഇവിടെ പിന്നെ ഈജിപ്തിൽ വേറെ സിവിലൈസേഷൻ കണ്ടംപററി ആയിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ പിരമിഡൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ഈജിപ്തിലെ ആ സമയത്തെ സിവിലൈസേഷനാണ്. അപ്പോൾ അവരുമായിട്ടൊക്കെ ട്രേഡ് ഉണ്ടെന്ന് മനസ്സിലായി അവിടുന്ന് കിട്ടിയ സീൽസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് മെലൂഹ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെസപ്പൊട്ടോമിയക്കാർ ഹാരപ്പൻ സിവിലൈസേഷനിലെ ആളുകളെ വിളിച്ച പേരെന്താണ്? മെലൂഹ. പിന്നെ നമ്മളെ സ്റ്റാൻഡേർഡ്, ഇതിപ്പോൾ ഒരുപാട് വെയ്റ്റുകളും മെഷർമെൻറ്റിനൊക്കെ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുപോലെ അന്ന് ഉപയോഗിച്ചിരുന്നത് 16ൻ്റെ മൾട്ടിപ്പിൾ, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട്
സ്റ്റാൻഡേർഡ് സൈസുകളുണ്ട്. നമ്മളിപ്പോൾ 100 ഗ്രാം 1 കിലോ എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് ഉപയോഗിച്ച മെഷർമെൻറ്റിൻ്റെ വെയിറ്റുകൾ 16ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരുന്നു. ഇപ്പോൾ ഇത് 16 ആണെങ്കിൽ അടുത്ത് ഇൻറ്റു 16, ഇനി അടുത്ത് ഇൻറ്റു 16, അതായിരുന്നു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിന് യൂസ് ചെയ്തിരുന്നത്. ആ സമയത്ത് അടുത്ത് നമ്മൾ ഈ പറഞ്ഞ 2500 1700 BC കാലഘട്ടത്തിൽ കറൻസി യൂസ് ചെയ്തിരുന്നോ? ഇല്ല, കറൻസി യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്ത് കാണുന്നുണ്ട്? കോയിൻസ്, പല ഡൈനാസ്റ്റികളും അവരുടേതായ കോയിൻസ് യൂസ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. പക്ഷേ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ കറൻസി യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ബാർട്ടർ സംവിധാനമാണ്. സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും എന്താണ് ബാർട്ടർ സംവിധാനം എന്നുള്ളത്. അതായത് ഒരു പ്രത്യേകമായിട്ടുള്ള കോയിനോ കറൻസിയോ യൂസ് ചെയ്യാതെ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊടുക്കുക, അതിന് ഇക്വാലൻ്റ് ആയിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു സാധനം തന്നെ തിരിച്ചിങ്ങോട്ട് വാങ്ങിക്കുക. അതായത് പഴയ മലയാള സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടാകും. നമ്മളെ കയ്യിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് വാഴയാണെങ്കിൽ വാഴക്കൊല കൊടുക്കുക, ചേമ്പ് ആണെങ്കിൽ വേറൊരാളിൽ നിന്ന് ചേമ്പ് വാങ്ങിക്കുക. അപ്പോൾ ആ ഒരു സംവിധാനമാണ് ബാർട്ടർ സംവിധാനം എന്ന് പറയുന്നത്. ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞു, ഷോർത്തുഗായ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് കോളനിയാണ് ഈ ഒരു ഭാഗത്തെ. അടുത്ത ഒരു ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഒരു സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ജഡൈറ്റ് സ്റ്റോൺ. അതുപോലെ മറ്റൊരു സ്റ്റോൺ ഉണ്ട്, ഒരു നീല കളറായിട്ടുള്ള ഒരു പ്രഷ്യസ് സ്റ്റോണിൻ്റെ പേര് പറയുന്നത് ലാപ്പിസ് ലസൂലി. പിന്നെ നമ്മൾ അവിടെ ഗ്രേറ്റ് ബാത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല റിച്വൽസ് ബാത്തിങ്. അതായത് നമ്മളിപ്പോൾ കുംഭമേളക്ക് പോയി കുളിക്കുന്നത് പോലെ അവിടെ ഒരു പ്രത്യേക ഗ്രേറ്റ് ബാത്തിൽ റിച്വൽസ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ എന്തുണ്ടായിരുന്നില്ല? ടെമ്പിൾസ് ഉണ്ടായിരുന്നില്ല. അത് ടെമ്പിൾസ് ഒക്കെ പിന്നീട് വരുന്നതാണ്. ട്രേഡിംഗ് കമ്മ്യൂണിറ്റി മേ ഹാവ് ബീൻ റൂൾഡ് ബൈ എ മർച്ചൻറ്റ് ക്ലാസ് പറയുന്നു. പിന്നെ അവർ ഇപ്പം നമ്മൾ പറയുന്ന ഈ ദൈവങ്ങളൊക്കെ വിഷ്ണു ശിവൻ എന്നൊക്കെ പറയുന്നത് വേദകാലഘട്ടത്തിന് ശേഷം വരുന്നത്, വേദിക് ഫേസിൽ വരുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് ഇവരാരെയായിരുന്നു ദൈവമായിട്ട് വർഷിപ്പ് ചെയ്തിരുന്നത്? അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് മനസ്സിലാക്കുന്നത് പിന്നെ മെയിൽ ജെനിറ്റൽ ഓർഗൻ, അതായത് നമ്മൾ ശിവലിംഗം, അതാണ് പ്രോട്ടോ ശിവ എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? ശിവൻ്റെ ലിംഗമാണ് നമ്മൾ ആരാധിക്കുന്നത്, ശിവലിംഗമാണ് ആരാധിക്കുന്നത്. അതുപോലെ യോനി മെയിൽ ജെനിറ്റൽ ഫീമെയിൽ ജെനിറ്റൽ ഓർഗനും വർഷിപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മരങ്ങളെയൊക്കെ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ആണ് നേരത്തെ അവിടെ കാണിച്ചിരിക്കുന്ന പല സീലുകൾ. അതുപോലെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഈ മെറ്റീരിയലാണ് ടെറാക്കോട്ട. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവരെ ഭ്രൂണത്തിൽ നിന്നാണ് ഒരു ചെടി വളരുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇത് മദർ എർത്ത് എന്നുള്ള രീതിയിലാണ് ഇതിനെ ഇപ്പോൾ വായിക്കുന്നത്. ഇങ്ങനൊരു സംഭവം എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ കിട്ടി. ഇത് ടെറാക്കോട്ട മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇറ്റ് സിംബലൈസസ് ഫിഗർ ഓഫ് എ വുമൺ സിംബലൈസസ് ട്രീ ഗ്രോയിങ് ഔട്ട് ഓഫ് ആൻ എംബ്രിയോ. ഇവിടുന്ന് ഒരു ചെടി വളരുന്നത് പോലെ. അപ്പോൾ ഇത് മദർ എർത്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് മദർ എർത്ത്. അതിൻ്റെ മെറ്റീരിയലാണ് ടെറാക്കോട്ട. അപ്പോൾ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ബ്രോൺസ് ഏജ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഉള്ള കാലഘട്ടം ഒരു പ്രോട്ടോ ഹിസ്റ്ററി പീരീഡാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്? നമ്മളെ പ്രീ ഹിസ്റ്ററിയും ഉണ്ട്, ഹിസ്റ്റോറിക്കൽ പീരീഡും ഉണ്ട്. അതിൻ്റെ ഇടയിലുള്ള വരുന്നൊരു പീരീഡാണ് പ്രോട്ടോ ഹിസ്റ്ററി. അതായത് അവിടെ റിട്ടേൺ ആയിട്ടുള്ള ടെക്സ്റ്റോ എവിഡൻസോ ഉണ്ട്, പക്ഷെ നമുക്കത് ഡീകോഡ് ചെയ്യാനോ ഡിസിഫർ ചെയ്ത് വായിക്കാനോ സാധിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവിടുത്തെ സ്ക്രിപ്റ്റ്, അതിന് വിളിക്കുന്നതാണ് പിക്റ്റോഗ്രാഫിക്, അതായത് പിക്ചറിൻ്റെ ഫോമിൽ. നേരത്തെ ഒരു മീനിൻ്റെ ഒക്കെ ചിഹ്നം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള ഈ ചിഹ്നങ്ങൾ ഇതൊക്കെ ചിത്രങ്ങളുടെ രൂപത്തിലാണ്, അക്ഷരങ്ങളല്ല. അപ്പോൾ ഇവിടെ പറയുന്നത്, നമ്മളിപ്പോൾ അടുത്ത് പറയുന്ന സ്ക്രിപ്റ്റിന് ഏത് രൂപത്തിലുള്ളതെന്ന് നമ്മളിപ്പോൾ എങ്ങനെ എഴുതുക? ഇടത്ത് ഭാഗത്ത് നിന്ന് എഴുതിയിട്ട് വലത്തേക്ക് ഇങ്ങനെ എഴുതി വരികയല്ലേ ചെയ്യുക. അതിന് പകരം വേറൊരു ടൈപ്പ് സ്ക്രിപ്റ്റ്, അതായത് ഇപ്പോൾ അറബിയൊക്കെ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതുമല്ലോ, അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ പേരാണ് ബാസ്ട്രോഫിഡൻ എന്നുള്ളത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റൈറ്റ് എന്ന് തുടങ്ങും, എന്നിട്ട് ലെഫ്റ്റിലേക്ക് എഴുതും. അടുത്തത് ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്ക് എഴുതും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവരിങ്ങനെ എഴുതുക, ഇവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് എഴുതും, അല്ല ലെഫ്റ്റിൽ നിന്ന് തുടങ്ങി റൈറ്റിലേക്ക് എഴുതും, റൈറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റിലേക്ക് എഴുതും, അടുത്ത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എഴുതും, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ തിരിച്ചെഴുതും. അപ്പോൾ ഈ ടൈപ്പ് സ്ക്രിപ്റ്റിനെ പറയുന്നതാണ് ബാസ്ട്രോഫിഡൻ. അതായത് സ്ക്രിപ്റ്റ് പിക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ് അറിയപ്പെടുന്നത്.
ബാസ്ട്രോഫിഡൻ എന്നാണ്. അതായത് റൈറ്റ് എൻഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതും, അവിടുന്ന് വീണ്ടും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് എഴുതും, വീണ്ടും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എഴുതും. ഇതിന് പറയുന്ന പേരാണ് ബാസ്ട്രോഫിഡൻ. അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയ പല ഫിഗേഴ്സ് അതെന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ആദ്യം തന്നിട്ടുള്ളതിൻ്റെ പേരാണ് ഡാൻസിങ് ഗേൾ അഥവാ ഡാൻസിങ് ഗേൾ സ്റ്റാച്യു. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിനെങ്ങനെയാണ് പറയുക, ഈ മൂന്ന് ആംഗിളിൽ, അതായത് പിന്നെ ഡാൻസിങ് ഗേൾ സ്റ്റാച്യു, ഇത് മെറ്റീരിയൽ ബ്രോൺസ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നത് മെത്തേഡ് ഉണ്ട്. ലോസ്റ്റ് വാക്സ്, അതായത് ലോസ്റ്റ് വാക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഡാൻസിങ് ഗേളിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല സ്ഥലത്തും. നമ്മളിപ്പോൾ ഈ വലിയ ചെമ്പൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മോൾഡ് ഉണ്ടാക്കും, എന്നിട്ട് ആ മോൾഡിനെ ഒരു മെഴുകിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതുകൊണ്ടുണ്ടാക്കിയ ഒരു ഫോം ഉണ്ടാക്കും. എന്നിട്ട് അതിലേക്ക് മോൾട്ടൺ മെറ്റൽ ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ മെഴുകിൻ്റെ രൂപം ഉരുകി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് കിട്ടിയ ബ്രോൺസിൻ്റെ സ്റ്റാച്യു കിട്ടും. അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഡാൻസിങ് ഗേൾ സ്റ്റാച്യു മേഡപ്പ് ഓഫ് ബ്രോൺസ്, മെത്തേഡ് ലോസ്റ്റ് വാക്സ് മെത്തേഡ്, ത്രിഭംഗ മുദ്ര. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഡാൻസിങ് ഗേളിൻ്റെ മുദ്ര ഏതാണെന്നുള്ളത്. ത്രിഭംഗ മുദ്ര, ഈ മുദ്രക്ക് പറയുന്ന പേരാണ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡാൻസിങ് ഗേൾ സ്റ്റാച്യു ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്, ബ്രോൺസ്. ഏത് മെത്തേഡ് യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത്, ലോസ്റ്റ് വാക്സ്. ഏത് മുദ്രയിലാണുള്ളത്, നമ്മൾ ദ്വിമുദ്ര ത്രിമുദ്ര എന്നൊക്കെ പറയുന്നത് പോലെ മറ്റൊരു മുദ്രയുടെ പേരാണ് ത്രിഭംഗ മുദ്ര. അതാണ് ആദ്യത്തേത്. രണ്ടാമത് കിട്ടിയ ഒരു കാര്യമാണ് ബിയേർഡഡ് മാൻ. ഇയാൾ വിളിക്കുന്ന പേരാണ് ബിയേർഡഡ് മാൻ. ഇത് ഉണ്ടാക്കിയ മെറ്റീരിയൽ സ്റ്റിയറ്റൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ ഇങ്ങനെ ഉണ്ടാവുക, ബിയേർഡഡ് മാൻ ഏത് മെറ്റീരിയലാണ്, ബ്രോൺസ്, പിന്നെ മറ്റേ കോപ്പർ, മണ്ണിൻ്റെ കട്ട, സ്റ്റിയറ്റൈറ്റ്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഈ മനസ്സിൽ ഈ ചിത്രം ഓർമ്മിക്കുക, ഇത് കുറച്ച് കട്ടി കുറച്ച് കറുപ്പ് കൂടുതലുള്ളതുപോലെ ആലോചിക്കുക, അപ്പോൾ ബ്രോൺസ് ആണ്. ഇത് കുറച്ചൊരു മണ്ണ് ഇതുപോലെയാണെന്ന് വിചാരിക്കുക, അപ്പോൾ സ്റ്റിയറ്റൈറ്റ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇതെന്താണ്, മൊഹൻജോദാരോ എന്നാണ്. ഇത് രണ്ടും കിട്ടിയത് മൊഹൻജോദാരോ എന്നാണ്. അപ്പോൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഇത് ഇനിയും ഒരു റൗണ്ടും കൂടെ പറയും, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതുവരെയുള്ള പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ട് എല്ലാ സൈറ്റുകളിലും കണ്ട കുറച്ച് ക്യാരക്ടേഴ്സ് പറഞ്ഞു. എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്നും കൂടെ ഓർമ്മിച്ച് നോക്കുക. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഗ്രിഡ് പാറ്റേണിലുള്ള സിറ്റി, പിന്നെ അതിൻ്റെ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുക 90% ഏതെങ്കിലും ഒരു സൈറ്റ് അതിൻ്റെ ക്യാരക്ടേഴ്സ്, ഇത് ഏത് സൈറ്റിലാണ് ഉള്ളതെന്നാണ് ചോദിക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പേര് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. ആ പേര് വരാൻ കാരണം ആദ്യമായിട്ട് കണ്ടെത്തിയ സൈറ്റ് ഹാരപ്പ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് കണ്ടെത്തിയത്, അപ്പോൾ ആദ്യമായിട്ട് കണ്ടെത്തിയതായതുകൊണ്ട് ഈ ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കണ്ടെത്തിയത് ഹാരപ്പയാണ്. ആ ഇയർ 1921 ആണ്. 1921 ഹാരപ്പ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാനിത് പഠിച്ചത് ഇൻ്റർനാഷണൽ കോൺഗ്രസ് നോ കോപ്പറേഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയത് 1920 അപ്പോൾ അതിന് ശേഷമാണ് ഹാരപ്പൻ സിവിലൈസേഷൻ കണ്ടെത്തിയെന്ന് ആലോചിക്കുക 1921. അപ്പോൾ ഏതെങ്കിലും ഒരു പരിചയമുള്ള 1920-21 സമയത്ത് എന്തെങ്കിലും മോഡേൺ ഇന്ത്യയിൽ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പഠിക്കുക. 1920 നോ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. അപ്പോൾ 1921 ഹാരപ്പൻ. ഇത് കണ്ടെത്തിയ ആളുടെ പേര് ഡിസ്കവേർഡ് ബൈ ദയാറാം സാനി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ദയാറാം സാനി. ഈ സമയത്തെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടറാണ് ജോൺ മാർഷൽ. അപ്പോൾ ഇനി എന്ത് നോക്കാം, ഹാരപ്പ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിലെ പഞ്ചാബ് ഭാഗത്താണ് ഹാരപ്പ സിറ്റുവേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ പ്രധാനമായിട്ടുള്ളത് ഒരുപാടെണ്ണമുണ്ട്, അതിനി വരുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് മാത്രം പറയുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 6 ഒരു റോയിലും മറ്റൊരു 6 ഉള്ള ഗ്രാനറി, അത് ഹാരപ്പയിൽ നിന്ന് കിട്ടിയതാണ്. ജസ്റ്റ് സിമ്പിളായിട്ട് പറയുന്നത്, ഇനിയും ഒന്നും കൂടെ വരും. രണ്ടാമത്തൊരു പറയുന്നത് ചാൻഹു ദാരോ. ചാൻഹു ദാരോ ഡിസ്കവേർഡ് ബൈ മജുംദാർ. ചാൻഹു ദാരോ മജുംദാർ. ഈ ചാൻഹു ദാരോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അക്രോപോളിസ്, ഒരു സിറ്റഡൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഏരിയ എങ്കിൽ ഇതിൻ്റെ വെസ്റ്റ് ഭാഗത്ത് ഉയർന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആളുകൾ നിൽക്കുന്ന ഒരു ഭാഗം, അതാണ് സിറ്റഡൽ അഥവാ അക്രോപോളിസ്. ഇതില്ല, ചാൻഹു ദാരോയിൽ ഇതില്ല. ചാൻഹു ദാരോൻ്റെ പ്രത്യേകത സിറ്റി വിത്തൗട്ട് സിറ്റഡൽ. ഇതിങ്ങനെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്.
ഇൻഡസ് വാലി സിവിലൈസേഷനിലെ സിറ്റഡൽ ഇല്ലാത്ത ഒരു സൈറ്റ് ഏതാണ്? അതാണ് ചാൻഹു ദാരോ. ചാൻഹു ദാരോ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യുക. ഏതോ ഒരു ഇതിലുള്ളത് ചങ്ക്സ് ആണ്. അപ്പോൾ സെപ്പറേഷൻ വേണ്ടാന്ന്, അതായത് നമ്മൾ രണ്ടാളും ചങ്ക്സ് ആണ്, അപ്പോൾ അതുകൊണ്ട് സെപ്പറേഷൻ വേണ്ട, സിറ്റഡലൊന്നും വേണ്ട, നമ്മളെല്ലാം ഒരുപോലെയല്ലേ, ആ അർത്ഥത്തിൽ ചങ്ക്സ് ചാൻഹു ദാരോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റും കൂടി ഉണ്ട്, ആദ്യത്തിൽ പറയാൻ വിട്ടുപോയത്. ഹാരപ്പൻ സിവിലൈസേഷൻ, ആ സിറ്റി ഏത് നദിയുടെ കരയിലാണ് ഉള്ളത്? പ്രധാനപ്പെട്ട എല്ലാ സൈറ്റുകളും ഏതെങ്കിലും ഒരു നദീൻ്റെ കരയിലായിരിക്കും. കാരണം ഈ സിവിലൈസേഷൻ മൊത്തത്തിൽ നശിക്കാൻ കാരണം അവിടെ വെള്ളത്തിലുണ്ടാകുന്ന വ്യത്യാസം, കൃഷിയിലുണ്ടാകുന്ന വ്യത്യാസം, നദിയിലുണ്ടാകുന്ന പ്രളയമൊക്കെ കാരണമാണ് പ്രധാനമായിട്ടും ഈ പല സൈറ്റുകളും നഷ്ടമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈറ്റിൻ്റെയും സൈഡിലേക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ടാവും. അത് ഒരു ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഹാരപ്പയിൽ രവി നദി, അതായത് നമ്മളെ സിന്ധു നദി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അതിൻ്റെ 5 നദികളിൽ ഒന്നാണ് രവി നദി. രവി നദിയുടെ സൈഡിലാണ് ഹാരപ്പ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യുക? ഈ ഹാരപ്പയിലെ രാ പിടിക്കുക, എന്നിട്ട് ഇവിടുന്ന് രവി നദി, ഹാരപ്പ രവി. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതിപ്പോൾ സിമ്പിളാണ്. പക്ഷേങ്കിൽ നമ്മൾ എന്താണ് ഇതിൻ്റെ പേര്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പ. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് എന്ത് കൊടുക്കും? സിന്ധു അഥവാ ഇൻഡസ് കൊടുക്കും. പക്ഷേങ്കിൽ ഇൻഡസ് അല്ല, രവിയാണ് ഹാരപ്പേൻ്റെ റിവർ. അടുത്ത മൂന്നാമത്തത് ചാൻഹു ദാരോ, അല്ല മോഹൻജോദാരോ. മോഹൻജോദാരോ ഒരു സിനിമയുണ്ട്, ആ സിനിമയിൽ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. സിറ്റഡൽ കാണിക്കുന്നുണ്ട്, അതിൽ ഗ്രേറ്റ് ബാത്ത് കാണിക്കുന്നുണ്ട്. ഒരു ഹിന്ദി സിനിമയാണ്. അപ്പോൾ മൂന്നാമത്തെ സൈറ്റാണ് മോഹൻജോദാരോ. മോഹൻജോദാരോ ആണ് ആ സമയത്ത് ഏറ്റവും വലിയ സൈറ്റായിട്ട് കണ്ടെത്തിയത്. അത് സിന്ധ് ഭാഗത്താണ്, പാകിസ്ഥാനിലെ സിന്ധ് ഭാഗത്താണുള്ളത്. ഇത് കണ്ടുപിടിച്ചത് RD ബാനർജി. അപ്പോൾ ബാനർജിമാർ ഒരുപാടുണ്ടാവും, ഈ RD ഓർമ്മിക്കണം, റാഖിൽ ദാസ് ബാനർജി. അതാണ് മോഹൻജോദാരോ കണ്ടുപിടിച്ചത്. ഇവിടെ ഇയർ കൊടുത്തിട്ടില്ല, 1922 മോഹൻജോദാരോ കണ്ടെത്തിയത്. അത് ഇപ്പോൾ എന്ത് ഓർമ്മിക്കുക? ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ഹാരപ്പ, അത് 1921 ബൈ ദയാറാം സാനി. തൊട്ടടുത്ത വർഷം 1922 മോഹൻജോദാരോ. പ്രധാനപ്പെട്ട രണ്ടെണ്ണം ഹാരപ്പയും മോഹൻജോദാരോ ആണ്. അപ്പോൾ മോഹൻജോദാരോ കണ്ടെത്തിയത് 1922, ഫസ്റ്റ് 21, സെക്കൻഡ് 22. ദയാറാം സാനി, RD ബാനർജി ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഡാൻസിങ് ഗേള് ഏത് മെറ്റീരിയൽ? ബ്രോൺസ്. അടുത്തത് ബിയേർഡഡ് മാൻ, നേരത്തെ പറഞ്ഞു സ്റ്റിയറ്റൈറ്റ്, ആ മോദീൻ്റെ രൂപമുള്ളൊരു സംഭവം ഉണ്ടായില്ലേ, അതാണ് ബിയേർഡഡ് മാൻ. അടുത്തത് നമ്മൾ പിന്നെ ഭ്രൂണത്തിൽ നിന്ന് ചെടി വളരുന്നു, മദർ ഓഫ് എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, മദർ ഗോഡസ്, അതാണ് ക്ലേ, മണ്ണ് കൊണ്ടുണ്ടാക്കിയത്. പിന്നെ നേരത്തെ പറഞ്ഞു റിച്വൽസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ബാത്ത്, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള, ഇതൊരു ക്വസ്റ്റ്യനാണ്. ഗ്രേറ്റ് ബാത്തിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിൾ ഷേപ്പുള്ള ഒരു ഗ്രേറ്റ് ബാത്ത് മോഹൻജോദാരോയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത് ഗ്രാനറി, ഗ്രേറ്റ് ഗ്രാനറി. നേരത്തെ ഒരു 2 ഫിഗറിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ ഉണ്ടായിരുന്നില്ലേ, 2 സ്റ്റോറിയാണ്, 3 സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഒന്നാമത്തത് മോഹൻജോദാരോയിലാണ് ഇത് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ മൊത്തം സിവിലൈസേഷനിലെ ഏറ്റവും വലിയ ബിൽഡിങ് അത് ഈ ഗ്രാനറിയാണ്. മോഹൻജോദാരോ ഇതിൻ്റെ പേര് വരാൻ കാരണം മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ്. മോഹൻജോദാരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗണ്ട് ഓഫ് ഡെഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം, ഇത് എവിടേക്കാണ് ഇല്ലെന്നുള്ളത്. ഇതാ ഇവിടെ നോക്കിയാൽ ആദ്യം തന്നെ എന്ത് നോക്കാം? ഹാരപ്പ. ഇതാണ് ഇന്ത്യൻ്റെ ലൈന്. ഇതിൽ ഇവിടെയാണ് ഹാരപ്പ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച 1921 കണ്ടുപിടിച്ച ഹാരപ്പ. ഇവിടെ നോക്കി എന്ത് മനസ്സിലാ? രവി റിവർ, ഹാരപ്പ, രവി റിവറിൻ്റെ സൈഡിലാണ് ഹാരപ്പ. അടുത്ത ഇപ്പോൾ രണ്ടാമത് പറഞ്ഞതാ. അപ്പം ഇതിപ്പം ഇവിടുന്ന് ഇങ്ങനെ എത്തിയതാ മോഹൻജോദാരോ. രണ്ടാമത്തത് മോഹൻജോദാരോ ഏത് നദീൻ്റെ കീഴിലാണ്? സിന്ധു നദി, അഥവാ പഴയ പേര്, അല്ല ഇപ്പോഴത്തെ പേര് ഇൻഡസ് നദീൻ്റെ കരയിലാണ് മോഹൻജോദാരോ. ഇവിടെ തന്നെ ഇനി നമ്മൾ നോക്കണം അത്രേ, എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോക്കാം. ഇവിടെ ലോത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, ഇത് ശ്രദ്ധിക്കണം. ലോത്തൽ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കുക, കണ്ടോ? ഇതിപ്പോൾ ഗുജറാത്തിൻ്റെ കച്ച് ഏരിയയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു ഏരിയയാണ് ലോത്തൽ. ലോത്തൽ എന്താണ്? കടലിൻ്റെ അടുത്തല്ലേ, അപ്പോൾ എന്തായിരിക്കും? ഇതൊരു പോർട്ട് സിറ്റിയാണ്, അതായത് പോർട്ട് സിറ്റിയാണ് ലോത്തൽ. അടുത്ത റാൻ ഓഫ് കച്ചിൻ്റെ ഈ ഭാഗത്ത്
ഇവിടെ ഒരു അടുത്തത് വരുന്നുണ്ട് ധോളാവീര. ഇതൊരു മറ്റൊരു സൈറ്റ്, ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ് സൈറ്റാണ്, കുറച്ച് പ്രത്യേകത ഉള്ളതാണ് ധോളാവീര. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇല്ലയെന്ന് നോക്കാം, അതിന് വരുമ്പോൾ നോക്കാം. ധോളാവീര, പിന്നെ അതുപോലെ രാഖിഘർ, ബനാവാലി, റോപ്പർ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് പാർട്ട് ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് തന്നെ നോക്കാം. ഏത് നോർത്തേൺ മോസ്റ്റ് മാണ്ട, അതാ കിട്ടി. ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി ജമ്മു കാശ്മീർ ഏരിയയിൽ മാണ്ട. അതുപോലെ ചാൻഹു ദാരോദ, സിറ്റഡൽ ഇല്ലാത്ത ചാൻഹു ദാരോ, ചങ്ക്, ചങ്സ്, ചാൻഹു ദാരോ, പിന്നെ ബാലാകോട്ട്. ഇങ്ങനെ ഈ ഒരു ഏകദേശം ഈ ഒരു ഫിഗർ ഇപ്പം മനസ്സിലുണ്ടാവണം. സുർക്കോട്ടോട, ഇതാ അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 3 പറഞ്ഞു. ജസ്റ്റ് ഒന്ന് എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ എന്നുള്ളത് നോക്കി. അടുത്തത് 4മത്തത് ലോത്തൽ. ലോത്തൽ എവിടെയാണെന്ന് കണ്ടു. നമ്മൾ ഇതാണ് ഗുജറാത്തെങ്കിൽ ഈ ഒരു ഭാഗത്താണ് ലോത്തൽ ഉള്ളത്. അപ്പോൾ അത് ഗുജറാത്തിലാണ്, ബൊഗാവ റിവറിൻ്റെ സൈഡിലാണ് ലോത്തൽ. ലോത്തലിൻ്റെ എന്തൊക്കെയാണ് പ്രത്യേകത? ഇതിൻ്റെ ലൊക്കേഷൻ മനസ്സിൽ വരുമ്പോൾ തന്നെ എന്ത് കിട്ടി? ഇതൊരു പോർട്ട് സിറ്റിയാണ്, ഏൻഷ്യൻ പോർട്ട്. ഡോക്യാർഡ് എന്ന് പറഞ്ഞാൽ ഈ കപ്പലെല്ലാം കൊണ്ടിടുന്ന, ചെറിയ ചെറിയ കപ്പലെല്ലാം കൊണ്ടിടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഡോക്യാർഡ്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹാരപ്പൻ സിവിലൈസേഷനിലെ ഡോക്യാർഡ് ഏതാണ്? ലോത്തൽ. ടെറാക്കോട്ട ഷിപ്പുകൾ, ഫയർ അൽത്താർ കണ്ടെത്തിയിട്ടുണ്ട് അവിടെ. ജോയിൻ്റ് ബെറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരിച്ചിട്ട് ശവം അടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ഇത് അതാണ് ബെറിയൽ. അപ്പോൾ ജോയിൻ്റ് ബെറിയൽ, ഒന്നിലധികം ആളുകൾ, ചിലപ്പോൾ ഭാര്യയും ഭർത്താവോ അങ്ങനെ എന്തൊക്കെ ആയിരിക്കും, അതാണ് ലോത്തൽ. അടുത്തത് 5മത്തത് രാജസ്ഥാൻ്റെ ഭാഗത്തുള്ള കാലിബംഗാൻ. കാലിബംഗാൻ എന്നുള്ള പേര് ഒരുപാട് ക്വസ്റ്റ്യനിലുള്ളതാണ്. അപ്പോൾ ഈ കാലിബംഗാൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ മനസ്സിൽ വരുന്നത്? കാല എന്ന് പറഞ്ഞാൽ എന്താ? കറുപ്പ്, അതായത് ബ്ലാക്ക്. ബാംഗിൾസ് എന്നുള്ളൊരു വാക്ക് ഇവിടുന്ന് കിട്ടുന്നില്ലേ? കാലിബംഗാനിന്ന് ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വള. അപ്പോൾ കാലിബംഗാൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ബാംഗിൾസിന് കിട്ടിയ ഒരു ഏരിയ ആണ് കാലിബംഗാൻ. അതിൻ്റെ പേരും അങ്ങനെ. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ്, കറുത്ത ബാംഗിൾസ് വള, ബ്ലാക്ക് ബാംഗിൾസ്, അതാണ് കാലിബംഗാൻ. ഘാഗർ നദിയിലാണ് കാലിബംഗാൻ ഇത് ചെയ്യുന്നത്. പ്ലൗഡ് ഫീൽഡ്, അതായത് പ്ലൗഡ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിലം ഉഴുന്ന ഏരിയകൾ, അതായത് അവിടുത്തെ നിലത്തിനെ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇത് നിലം ഉഴുന്ന സ്ഥലങ്ങൾ, അതായത് നിലം ഉഴുകുക, പ്ലോ ചെയ്യുക, അങ്ങനത്തെ ഏരിയ കണ്ടുപിടിച്ചിട്ടുള്ള ഭാഗമാണ് കാലിബംഗാൻ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാലിബംഗാനിലെ വീടുകളുടെ മറ്റൊരു പ്രത്യേകത, ഓരോ വീടിനും സെപ്പറേറ്റ് വെൽസ്, കിണറുകൾ ഉണ്ടായിട്ടുണ്ട് കാലിബംഗാൻ. അതുപോലെ അവിടുന്ന് കണ്ടെത്തിയ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഫയർ അൽത്തേഴ്സ്. നമ്മൾ പിന്നെ ഈ ഹോമകുണ്ടം എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഗമുണ്ടല്ലോ, ഫയർ അൽത്താർസ്. അങ്ങനത്തെ 7 ഫയർ അൽത്താർസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് വരും, ഇത് ഏത് സൈറ്റിലാണെന്നുള്ളത്. അപ്പോൾ എന്ത് മനസ്സിലായി? ബ്ലാക്ക് ബാംഗിൾസ് കാലിബംഗാൻ, പ്ലോഡ് ഫീൽഡ് കാലിബംഗാൻ, സ്വന്തമായിട്ട് വെൽസ് ഉള്ള വീടുകളുള്ളത് കാലിബംഗാൻ, ഫയർ അൽത്താർസ് ഒരു സൈറ്റിലും കൂടി ഉണ്ട്, അത് വരും. അടുത്ത സുർക്ക ജൻഡോർ, അതെന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മളെ ഏറ്റവും വെസ്റ്റേൺ എൻഡിലുള്ള പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാൻ്റെ ഒക്കെ ബോർഡറിലുള്ളതാണ് സുർക്ക ജൻഡോർ. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ്, 6മത്തായിട്ട് കൂട്ടിക്കോ, ധോളാവീര. നമ്പർ നോക്കണ്ട, ധോളാവീര ഗുജറാത്തിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയ ഏതാ? റാൻ ഓഫ് കച്ച് ഏരിയ. റാൻ ഓഫ് കച്ച് ഏരിയയിലെ ഈ ഒരു ഭാഗത്തുള്ള ഒരു സൈറ്റാണ് ധോളാവീര. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കച്ച് ഏരിയയിലാണ്, ഗുജറാത്ത് സ്റ്റേറ്റിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഡിവൈഡഡ് ഇൻ ത്രീ പാർട്സ് ജയൻറ്റ് വാട്ടർ റിസർവോയേഴ്സ് ധോളാവീര. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ധോളാവീരൻ്റെ പ്രത്യേകത 3 പാർട്ടായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജയൻറ്റ് വാട്ടർ റിസർവോയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും വെച്ച് പഠിക്കുക. ഞാനിത് പഠിച്ചിട്ടുള്ളത് ഡോള് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ പിന്നെ ഈ ഡോളില്ലേ, നമ്മൾ കൊട്ടുന്ന ഡോള്, ചെണ്ട പോലത്തെ, അല്ലെങ്കിൽ ഈ അർബനമുട്ടിനൊക്കെ കൊണ്ടുപോകുന്ന പോലത്തെ ഡോളില്ലേ, അതിൻ്റെ എന്തെങ്കിലും ഒരു മനസ്സിലൊരു ഫിഗർ വരിക, എന്നിട്ട് ഇതുപോലെ 3 പീസാക്കുക. അപ്പോൾ എന്തായി? ഡോള എന്ന് പറയുമ്പോൾ ഡോൾ ബാൻഡ്. അപ്പോൾ അതിന് 3 പീസ് ഉണ്ട്. ഇതിലൊക്കെ കുറച്ച് ഒരു കപ്പിൽ വെള്ളം എടുത്ത് വെച്ച പോലെ മനസ്സിൽ വിചാരിക്കുക, ഇതിലൊക്കെ വെള്ളം ഉണ്ടെന്ന് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ എന്തായി? ധോളാവീര.
അപ്പോൾ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഒരു അർബന മുട്ടിൻ്റെ ഒക്കെ ഒരു ദഫ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതാണ് എൻ്റെ മനസ്സിൽ. അതിൽ മൂന്ന് പീസാക്കുക, അതിലൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. അപ്പോൾ എന്തായി, ധോളാവീര ഡിവൈഡഡ് ഇൻ 3 പാർട്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ജയൻറ്റ് വാട്ടർ റിസർവോയേഴ്സ് ഫൗണ്ട്. ഇതിൻ്റെ പൊസിഷൻ ഗുജറാത്തിൽ കച്ച് ഏരിയ. അടുത്തതാണ് രാഖിഗർ. രാഖിഗർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വരേണ്ടത് ഈ മൊത്തം സിവിലൈസേഷനിൽ നമ്മൾ പറഞ്ഞു മോഹൻജോദാരോയാണ് വലുത് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ മറ്റൊരു വലുത് അഥവാ ഇന്ത്യയിലുള്ള മോഹൻജോദാരോ പാകിസ്ഥാൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് സത്യം പറഞ്ഞാൽ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് എക്സ്കവേഷൻ നടന്നുകൊണ്ട് നിൽക്കുന്നത്രേ. അപ്പോൾ ഇപ്പം ഏറ്റവും ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രാഖിഗറാണ് ആൻസർ. ഘാഗർ നദിയിൽ ഹരിയാനയുടെ ഭാഗത്ത് രാഖിഗറാണ് ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ. അവിടുന്ന് ടെറാക്കോട്ട എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള വീല് കിട്ടിയിട്ടുണ്ട്, ടോയ്സ് കിട്ടിയിട്ടുണ്ട്. അതാണ് രാഖിഗർ, ഈ ഒരു പോയിന്റ്. പിന്നെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ രാഖിഗർ. ഇത് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മളെ രാഖി കിട്ടുമല്ലോ കയ്യിൽ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കെട്ടിക്കൊടുത്ത് ഒരു വലിയ ആൾക്കൂട്ടായി. അങ്ങനെ രാഖി കെട്ടി കുറേ ഒരു വലിയ ആൾക്കൂട്ടായി. അപ്പോൾ അതെന്തായി, ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ. അങ്ങനെ എങ്ങനെയെങ്കിലും ഓർമ്മിക്കുക രാഖിഗർ. അപ്പോൾ രാഖിഗർ എന്ന് പറഞ്ഞാൽ ഹരപ്പൻ സൈറ്റുകളിലെ ഘാഗർ നദിക്ക് അരികിലുള്ള ഏറ്റവും ലാർജസ്റ്റ് സൈറ്റാണ്. അടുത്തതാണ് ബിരാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IVC സൈറ്റുകളിൽ ഏറ്റവും ഓൾഡസ്റ്റ്. ഇതും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ബിരാന. ഇതിന് ഈ പറയുന്നതിലൊന്നും മനസ്സിലായാലും കുഴപ്പമില്ല, കുറച്ചും കൂടെ ഓർഡറിലുള്ളൊരു PDF ഉണ്ട്. ബിരാന ഓൾഡസ്റ്റ്. അടുത്തതാണ് ബനാവാലി എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു സൈറ്റ്. അവിടുത്തെ പ്രത്യേകത എന്താണ്, ലാക്ക് ഓഫ് ഗ്രിഡ് പാറ്റേണിലല്ല, റേഡിയൽ പാറ്റേണിൽ. ഇതിവിടെ എഴുതിയിട്ടില്ല, പക്ഷേ ഇത് നോട്ട് ചെയ്യുക. റേഡിയൽ പാറ്റേണിലാണ് ഇവിടുത്തെ ഈ ബനാവാലി ഉള്ളത്. അതായത് റേഡിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് കറക്റ്റ് എനിക്കറിയില്ല, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെയല്ലേ ഓരോ സിറ്റി പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. ഇത് അതിന് പകരം ഇങ്ങനെ റേഡിയൽ പ്ലാനിലാണ് ബനാവാലി എന്ന് പറയുന്നത്. ഹരിയാനയിലാണ് സൈറ്റ് ഉള്ളത്. റേഡിയൽ പാറ്റേൺ അഥവാ ഇതിനെ പിന്നെ ഇത് ഓർമ്മിച്ച് നോക്കുക. അപ്പോൾ ഞാനിത് ഓർമ്മിച്ചത് ബനാവാലി എന്ന് ബനാന ഓർമ്മിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു 2 ബനാന ചേരുമ്പം അത് കറക്റ്റ് ഗ്രിഡ് അല്ലല്ല, കുറച്ച് റേഡിയൽ പാറ്റേണിലാണെന്ന് ആലോചിക്കുക. ഞാനിങ്ങനെ ഈ ബനാന കുറച്ച് വളഞ്ഞിട്ടല്ലേ ഉണ്ടാവുക നമ്മുടെ പഴം. ഇപ്പോൾ 2 പഴം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്തായി, അതൊരു വട്ടം പോലെയായി. അപ്പോൾ എന്താണ് റേഡിയൽ പാറ്റേൺ. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരുമ്പം ഇതിൻ്റെ കറക്റ്റ് മനസ്സിലാവും. ബനാവാലി ലാക്ക് ഓഫ് ഗ്രിഡ് പാറ്റേൺ, അതാണ് ഇതിൻ്റെ പോയിന്റ്. ഘാഗർ നദിക്ക് കീഴിൽ ഹരിയാനയിലാണ് സ്ഥലം. അടുത്ത സൈറ്റ് റോപ്പർ. ബറിയൽ വിത്ത് ഡോഗ്, ഓവൽ ബറിയൽ പിറ്റ്സ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവൻ സൈറ്റുകളിൽ മോഹൻജോദാരോയാണ് ലാർജസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലുത് രാഖിഗർ. ഇത് ചെറിയൊരു ഡൗട്ട് ഉണ്ട്, മറ്റേടക്ക് എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്രേ. അടുത്തത് ഡബിൾ ബറിയൽ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോർട്ട് സിറ്റി ആയിട്ടുള്ള ഇതിലെ ഈ ഒരു ഭാഗത്തുള്ള ലോത്തൽ എന്ന് പറയുന്ന ഡോക്യാർഡുകളൊക്കെയുള്ള ലോത്തൽ എന്ന് പറയുന്ന പോർട്ട് സിറ്റിയിൽ ഡബിൾ ബറിയൽ അഥവാ ജോയിൻറ്റ് ബറിയൽ, അതായത് 2 പേര് ഒരേ സ്ഥലത്ത് കുഴിച്ചിട്ടുള്ളത്, അതാണ് ഡബിൾ ബറിയൽ. അടുത്ത ഹാരപ്പയിൽ കണ്ടെത്തിയിട്ടുള്ളത്, ഇപ്പോൾ ഇത് കൺഫ്യൂഷൻ തീർക്കാനാണ് 2 ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. ലോത്തലിൽ ഡബിൾ ബറിയൽ, ഹാരപ്പയിൽ കഫിൻ ബറിയൽ എന്ന് പറഞ്ഞാൽ നമ്മളാ മറ്റേ ഒരു പെട്ടിയില്ലേ, ഇങ്ങനെ പെട്ടിയിലുള്ള കോഫിൻ ബറിയൽ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്ക് വില കൊടുപ്പുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും. എക്സ്റ്റെൻഡഡ് ബറിയൽ, സനൗലി. എക്സ്റ്റെൻഡഡ് ബറിയൽ, അപ്പോൾ 3 ടൈപ്പ് ബറിയലിനെ പറ്റി പറഞ്ഞതാണ്. ഒന്ന് ഡബിൾ ബറിയൽ, ഒന്നിൽ കൂടുതൽ 2 ആളുകൾ, ചിലപ്പം ഭാര്യയും ഭർത്താവും അങ്ങനെ എന്തൊക്കെ ആയിരിക്കും, അത് ലോത്തൽ. മറ്റേ കോഫിൻ ബറിയൽ ഹാരപ്പ, എക്സ്റ്റെൻഡഡ് ബറിയൽ സനൗലി. ഈ എക്സ്റ്റെൻഡഡ് ബറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മണ്ണാണെങ്കിൽ സാധാരണ ഇപ്പോൾ നമ്മൾ ഇവിടെയല്ലേ കുഴിച്ചിടുക, ഇത് അതിന് പകരം ഒരുപാട് താഴത്തേക്ക് കുഴിച്ചിടുക. എക്സ്റ്റെൻഡഡ് ബറിയൽ അതാണ് സനൗലി. എക്സ്റ്റെൻഡഡ് പോയിന്റ് ഓർത്ത് വെക്കുക, സനൗലി എക്സ്റ്റെൻഡഡ് ബറിയൽ. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കാം, വേറൊരു PDF-ലേക്കൂടെ നോക്കാം. ഇതൊക്കെ കൂടുതലും ഹിന്ദിക്കാരെ PDF-കൾ അടിച്ചു മാറ്റുന്നതാണ്. അടുത്ത എന്തൊക്കെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രത്യേകതകൾ. അർബൻ സിവിലൈസേഷൻ, സിന്ധു നദിക്ക് അടുത്തുള്ള സിന്ധു സരസ്വതി ഒക്കെ നദിക്ക് അടുത്താണ് കണ്ടെത്തിയത്. ഇൻഡസ് വാലി അഥവാ ഹാരപ്പൻ സിവിലൈസേഷന് പേരിട്ടത്, ഇൻഡസ് വാലി സിവിലൈസേഷന് പേരിട്ടത് ജോൺ മാർഷലാണ്.
പേര് കൊടുത്തത് ജോൺ മാർഷൽ. ഇത് ഏതൊക്കെ ഭാഗത്താണുള്ളത്? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ്റെ ചെറിയ ഭാഗം, ഇന്ത്യയിൽ തന്നെ ഒരു ഏരിയ മനസ്സിൽ വിചാരിക്കുക, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ആ ഒരു ഭാഗത്താണുള്ളത്. പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ, സിന്ധ്, പഞ്ചാബ്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ ഭാഗത്തായിട്ടാണ് എക്സ്റ്റെൻഡ്? ഓരോ IBCൻ്റെ ഓരോ 4 എക്സ്റ്റെൻഡ്. നോർത്ത് കാശ്മീർ, കാശ്മീരിലെവിടെ? മാണ്ട സൈറ്റിൻ്റെ പേര്. അടുത്ത സൗത്തിൽ ഗുജറാത്തിൻ്റെയും താഴെ മഹാരാഷ്ട്ര, ദൈമാബാദ്. വെസ്റ്റിൽ സുത്ക ജണ്ടോർ, ബലൂചിസ്ഥാൻ ഭാഗം, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ചേരുന്ന സുത്ക ജണ്ടോർ. ഈസ്റ്റിൽ വെസ്റ്റേൺ UPയിലെ ആലംഗീർപൂർ. മറ്റ് സിവിലൈസേഷനുമായിട്ട് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പ്രത്യേകത, ഏറ്റവും പ്രധാനപ്പെട്ടത് ടൗൺ പ്ലാനിങ്. ടൗണിനെ 2 ഭാഗമായി തിരിക്കുന്നുണ്ട്. വെസ്റ്റ് ഭാഗത്ത് കുറച്ച് ഉയർന്നിട്ടുള്ള ഒരു ഭാഗം, അതാണ് സിറ്റഡൽ അഥവാ അക്രോപോളിസ്. സാധാ കോമൺ മാനിനുള്ള ഏരിയ, കോമൺ സിറ്റി ഏരിയ ആണ് ലോവർ ടൗൺ. ടൗണിൽ ഗ്രിഡ് സിസ്റ്റം, നേരത്തെ പറഞ്ഞു 90 ഡിഗ്രിയിൽ റോഡുകൾ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഗ്രിഡ് സിസ്റ്റം. വാട്ടർ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം, അതും ഇടയിൽ മാൻഹോൾസ് എന്താണ്? ക്ലോസ്ഡ് ആണ്. വാട്ടർ സ്റ്റോർ ചെയ്യാൻ നാള അഥവാ ഗബർ ബാൻഡ്. ലോകത്ത് ആദ്യമായിട്ട് കോട്ടൺ ഉണ്ടാക്കിയത് ഹാരപ്പൻ സിവിലൈസേഷനിലെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ കോട്ടണിന് മറ്റൊരു പേര് സിന്ധുവിൻ്റെ അടുത്തുള്ള ആളുകൾ, അതായത് സിന്തോൺ എന്നാണ് വിളിച്ചത്. പിന്നെ ഇത് ഇവിടെ പറയേണ്ടതല്ല, എന്നാലും ഒരു പോയിന്റ്, നമുക്ക് അവിടുന്ന് എന്ത് കിട്ടി? പശുപതി സീല് കിട്ടി. ആ സീലിൽ 5 എലിഫൻസ് ഇതിൻ്റെ പേരുണ്ട്. കോഡ് നമ്മൾ പറഞ്ഞത് ബെറ്റർ ഡിയർ അഥവാ B ബഫല്ലോ, E എലിഫൻറ്റ്, T ടൈഗർ, R റൈനോ അഥവാ യൂണിക്കോൺ, പിന്നെ ഡിയർ, ബെറ്റർ ഡിയർ എന്നാലോചിക്കുക. പശുപതി സീല്. അടുത്ത് അവരുടെ എന്തൊക്കെയാണ് ടെക്നോളജി? അവിടെ അയൺ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. അവർക്ക് അയണിനെ പറ്റി, ഇരുമ്പിനെ പറ്റി അറിയില്ല. ബ്രോൺസ് ഉണ്ട്. ടെക്സ്റ്റൈൽ, ബ്രിക്ക് ലെയറിങ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പച്ച നിറത്തിലുള്ള എമറാൾഡ് പോലെ തോന്നിക്കുന്ന ജഡൈറ്റ് സ്റ്റോൺസ് എവിടെ നിന്നാണ് കിട്ടിയത്? ഈസ്റ്റേൺ ഇന്ത്യയിലെ എവിടെ നിന്നാണ്? ദേവജോലി ഹേഡിങ്. ഗോൾഡ് എവിടെ നിന്നാണ് കിട്ടിയത്? കർണാടകയിലെ KGF സിനിമ ഓർമ്മിക്കുക, കർണാടകയിൽ നിന്ന്. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഗോൾഡിനെ പറ്റി അവർക്ക് അറിയാം. ഇരുമ്പിനെ പറ്റി അറിയില്ല, പക്ഷെ ഗോൾഡിനെ പറ്റി അറിയാം. പിന്നെ അടുത്തത് ട്രേഡിനെ പറ്റിയിട്ട്. അവിടുന്ന് മെസപ്പൊട്ടോമിയായിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സീൽസ് ഉപയോഗിച്ചിട്ട് അത് എവിഡൻസ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. മെസപ്പൊട്ടോമിയക്കാർ, ഇറാഖിലെ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലുണ്ടായ ആളുകൾ, അവരുടെ ടെക്സ്റ്റിൽ ഹാരപ്പൻസിനെ വിളിക്കുന്ന പേരാണ് മെലൂഹ എന്നുള്ളത്. അപ്പോൾ ഹാരപ്പൻ സിവിലൈസേഷനിലെ ആളുകളെ വിളിക്കുന്ന പേരാണ് മെലൂഹ. ആരാണ് വിളിച്ചത്? മെസപ്പൊട്ടോമിയക്കാർ. 16ൻ്റെ മൾട്ടിപ്പിൾ ഉപയോഗിച്ചിട്ടുള്ള വെയിറ്റ് മെഷറിംഗ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. കറൻസി ഉണ്ടായിരുന്നോ? ഇല്ല, കറൻസി ഉണ്ടായിരുന്നില്ല. പകരം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ഒരു ബ്ലൂ സ്റ്റോൺ, പ്രഷ്യസ് ആയിട്ടുള്ള ബ്ലൂ സ്റ്റോണിൻ്റെ പേര് അവർ ട്രേഡ് ചെയ്തിരുന്നത് ലാപ്പിസ് ലസൂലി. പിന്നെ അവിടെ എന്തൊക്കെയായിരുന്നു? ശിവനും കൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അതൊക്കെ വേദകാലഘട്ടത്തിൽ വരുന്നതാണ്. ഇത് അതിന് മുമ്പുള്ള വേദിക് റിലീജിയന് മുന്നേ ഉള്ള കാലമാണ്. അവിടെ മെയിൽ ജെനിറ്റൽ ഓർഗൻ, ലിംഗം, ശിവലിംഗം പോലെയുള്ള ഫാലസ് അഥവാ യോനി. പിന്നെ വേറൊരു കാര്യം നമുക്ക് കണ്ടിട്ടുണ്ടായത് പശുപതി, അതിൻ്റെ അകത്തു നിന്നാണ് കുറേ കാര്യങ്ങൾ കിട്ടിയത്. പിന്നെ ടെറാക്കോട്ടയിലുള്ള മദർ എർത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭ്രൂണത്തുനിന്ന് ഒരു ചെടി വളരുന്നത് പോലുള്ള ഫിഗർ ഉണ്ടായിരുന്നു. അത് മദർ എർത്താണ് എന്ന് മനസ്സിലായി. പിന്നെ ഏതൊക്കെ മൃഗങ്ങളെയാണ്? ഇപ്പോൾ നേരത്തെ ഒരുപാട് സീലുകളിൽ നിന്നൊക്കെയാണ് അവരേതൊക്കെ മൃഗങ്ങളെ പരിചയമുണ്ടെന്ന് മനസ്സിലായത്. എലിഫൻ്റ് ഉണ്ടോ? ഉണ്ട്. ബഫല്ലോ, പിഗ്, ഓക്സ്, ഷീപ്പ്, ഗോട്ട്, ക്യാമൽസ്. നമുക്കറിയാം രാജസ്ഥാൻ ഭാഗമാണ്, അപ്പോൾ അവിടെ ക്യാമൽസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഹോഴ്സിനെ പറ്റി ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഹോഴ്സ്, കുതിരേനെ പറ്റി അവർക്ക് അറിയോ? ഇല്ല എന്നാണ് SSC പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എഴുതേണ്ടത്. പക്ഷേങ്കിൽ ഒരു സിംഗിൾ ഒരു സിംഗിൾ ഇത് കിട്ടിയിട്ടുണ്ട്, എല്ലിൻ്റെ ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് ഹോഴ്സിൻ്റെ. അപ്പോൾ പശുവിനെ പറ്റി അവർക്ക് അറിയില്ല. അപ്പോൾ അത് ഞാൻ ഓർമ്മിച്ച് ഇങ്ങനെയാണ്, പശുവൊക്കെ വരുന്നത് ഗോമാതാവ് എന്നുള്ള അർത്ഥത്തിലെല്ലാം വരുന്നത് വേദിക് റിലീജിയനിലാണ്. അപ്പോൾ പണ്ട് ഇവർക്ക് കൗവിനെ പറ്റി അറിയില്ല, ഹോഴ്സിനെ പറ്റി അറിയില്ല. ടെമ്പിൾസ് ഉണ്ടോ? ഇല്ല. സ്ക്രിപ്റ്റ്, പിക്ടോഗ്രാഫിക്, ചിത്രത്തിൻ്റെ രൂപത്തിൽ ABCD അല്ലാണ്ട് പിക്ടോഗ്രാഫിക് ആയിട്ടുള്ള സ്ക്രിപ്റ്റ്, അതും വലത് നിന്ന് ഇടത്തോട്ടേക്ക്
പിന്നെ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക്. അത് സ്ക്രിപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാസ്ട്രോഫിഡോൺ. ഇത് ഓർമ്മിച്ച് നോക്കുക, ഏത് ടൈപ്പ് സ്ക്രിപ്റ്റാണ് ഉപയോഗിക്കുന്നത്, ബാസ്ട്രോഫിഡോൺ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ് ഇനി വരുന്നത്. ഓരോ സൈറ്റും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആദ്യമായിട്ട് എക്സ്കവേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച സൈറ്റ് അതാണ് ഹാരപ്പ. ആരാണ് കണ്ടുപിടിച്ചത്? ദയാറാം സാഹ്നി. ആരാണ് കണ്ടുപിടിച്ചത്? ദയാറാം സാഹ്നി. ഏത് വർഷം? 1921. ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് 1920 നോ കോപ്പറേഷൻ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷം തൊട്ട് പിറ്റത്തെ കൊല്ലം 1921 ഫസ്റ്റ് ഹാരപ്പ. അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടിയത് 6 ഗ്രാനറീസ് ഇൻ ഈച്ച് റോ, മൊത്തം 12. നേരത്തെ ആ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാനറി എന്ന് പറഞ്ഞാൽ ഗ്രെയിൻസ്, അഥവാ നമ്മളെ ഈ നെല്ല് ഗോതമ്പൊക്കെ പോലെയുള്ള ഗ്രെയിൻസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്രാനറീസ്. 2 റോയിലായിട്ട് 12 എണ്ണം, 6ൻ്റെ 2 റോ. ഹാരപ്പയിൽ നിന്ന് കിട്ടിയ അടുത്തതാണ് കോഫിൻ ബെറിയൽ, അതായത് നമ്മുടെ ശവപ്പെട്ടി പോലുള്ള കോഫിൻ്റെ അകത്തുള്ള ബെറിയൽ, അതാണ് ഹാരപ്പ. അടുത്ത രണ്ടാമത്തത് ഇവിടെ പറയുന്നത് ചാൻഹുദാരോ. ചാൻഹുദാരോ എന്ന് പറയുമ്പോൾ ചങ്ക് എന്നുള്ള അർത്ഥം വരും. അപ്പോൾ എന്തുണ്ട്? സെപ്പറേഷൻ ഇല്ല, സിറ്റഡൽ ഇല്ല. സിറ്റി വിത്തൗട്ട് സിറ്റഡലാണ് ചാൻഹുദാരോ. ഹാരപ്പ രവി. ഏത് റിവറിൻ്റെ കീഴിലാണ്? ഹാരപ്പ രവി. ചാൻഹുദാരോ സിന്ധു നദി, ഇൻഡസ്. ഇത് നേരത്തെ പറഞ്ഞ തന്നെ ഒന്നുകൂടെ നല്ല ഫോർമാറ്റിൽ ഉള്ളൊരു PDF കിട്ടിയതാണ്. മോഹൻജദാരോ അടുത്തത്, ഏറ്റവും വലിയ ഒരു സിറ്റികളിലൊന്ന് മോഹൻജദാരോ. സിന്ധു നദിയുടെ സൈഡിലാണ് മോഹൻജദാരോ ഉള്ളത്. അതിൻ്റെ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. മോഹൻജദാരോൻ്റെ സൈഡിലേക്കൂടെ ഒരു സിന്ധു നദി ഇങ്ങനെ പോകും. അപ്പോൾ ആ നദിയിൽ വന്ന പ്രളയവും ആ നദിയിൽ വന്ന വ്യത്യാസങ്ങളൊക്കെ കാരണമാണ് ഈ സിറ്റി തന്നെ വിട്ടിട്ട് പോകാൻ കാരണമായത്. ഇൻഡസ് നദീൻ്റെ കീഴിലാണ്. ആരാണ് കണ്ടുപിടിച്ചത്? RD ബാനർജി. ഫുൾ ഫോം റാഖിൽ ദാസ് ബാനർജി. ഹാരപ്പ ദയാറാം സാഹ്നി. മോഹൻജദാരോ RD ബാനർജി. 1922 ലാർജസ്റ്റ് സിറ്റി. അവിടുന്ന് കുറേ കാര്യങ്ങൾ കിട്ടി. ആദ്യം ഡാൻസിങ് ഗേൾ, അത് കിട്ടിയത് ബ്രോൺസ് മെറ്റീരിയലാണ്. അതുണ്ടാക്കാൻ ഉപയോഗിച്ച ഇതാണ് ലോസ്റ്റ് വാക്സ്, അതായത് മെഴുക് നഷ്ടമായി, ലോസ്റ്റ് വാക്സ്. അതിൻ്റെ മുദ്ര ത്രിഭംഗ മുദ്ര. പിന്നെ ഒരു ബിയേർഡഡ് മാൻ്റെ ഫിഗർ ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ച മെറ്റീരിയൽ സ്റ്റിയറ്റൈറ്റ്. 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്ന് ഗ്രേറ്റ് ബാത്ത്, റിച്വൽസ് യൂസ് ചെയ്യാൻ, റിച്വൽ ബാത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രേറ്റ് ബാത്തും ഗ്രേറ്റ് ഗ്രാനറിയും. ഹാരപ്പൻ സിവിലൈസേഷനിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആണ് ഗ്രേറ്റ് ഗ്രാനറി ഓഫ് മോഹൻജദാരോ. അടുത്തത് ഗുജറാത്തിലെ പോർട്ട് സിറ്റി ആയിട്ടുള്ള ലോത്തൽ. ലോത്തൽ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരേണ്ടതാണ് ഗുജറാത്തിലെ ആ ഒരു ഗ്യാപ്പിലുള്ളതാണ് ലോത്തൽ. ഗുജറാത്തിലാണ്, പോർട്ട് സിറ്റിയാണ്. ഡോക്കിയാർഡുള്ള ഏരിയ ആണ് ലോത്തൽ. ഡോക്കിയാർഡ് എന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ലോത്തൽ. ആ നദി, നമ്മൾ ആ ജംഗ്ഷനിൽ വരുന്ന നദി ബൊഗാവ നദി. അവിടെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഫയർ അൽത്താർ, ഡബിൾ ബെറിയൽ കണ്ടെത്തിയത് ലോത്തൽ. ടെറാക്കോട്ട ഷിപ്സ്. അടുത്തതാണ് കാലിബംഗാൻ. കാലിബംഗാൻ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് കാല, കറുപ്പ്, ബാംഗിൾസ്, വളകൾ, കറുത്ത വളകൾ, ബ്ലാക്ക് ബാംഗിൾസിന് പേര് കേട്ടതാണ് കാലിബംഗാൻ. അപ്പോൾ അതെവിടെയാണ്? രാജസ്ഥാനിൽ. അവിടുത്തെ നദി, രാജസ്ഥാൻ്റെ ഭാഗത്തുള്ള നദി ഏതാണ്? സരസ്വതി, പണ്ടത്തെ ഘാഘർ നദി, ഘഘർ. പിന്നെ ഉഴുതിയ നിലം ഉഴുതായിട്ട് കണ്ടെത്തി, പ്ലോ ഷെയർ. ഓരോ ഹൗസിനും സെപ്പറേറ്റ് വെല്ലുണ്ട്. അത് ഞാനിങ്ങനെ ആലോചിക്കാം, ഒന്നാമതേ രാജസ്ഥാനിൽ വെള്ളം കിട്ടാനില്ല, അപ്പോൾ ഓരോരാൾക്കും എല്ലാവർക്കും കൊടുക്കാൻ വെള്ളം ഉണ്ടാവില്ല, അപ്പോൾ അവർക്കെല്ലാം സെപ്പറേറ്റ് കിണർ കുഴിച്ചു. ഓൾറെഡി കാലിബംഗാൻ രാജസ്ഥാനിലാണെന്നല്ല, രാജസ്ഥാൻ ഇപ്പം നമുക്ക് മരുഭൂമിയല്ലേ, പണ്ട് മരുഭൂമി അല്ല അത്. പണ്ട് ഈ ഇപ്പോൾ കാണുന്ന രൂപത്തിലായിരുന്നില്ല ആ ഭാഗം ഉണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം വന്ന മാറ്റങ്ങളൊക്കെയാണ് ഈ സിവിലൈസേഷൻ മൊത്തത്തിൽ നശിക്കാൻ കാരണമായത്. അപ്പോൾ ജസ്റ്റ് അത് വെച്ച് കണക്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് ശരിയല്ലെങ്കിൽ പോരും. പ്ലോഡ് ഫീൽഡ്, 7 ഫയർ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഫയർ അൽത്താസ് എവിടെയും ഉണ്ട്, ലോത്തലിലും ഉണ്ട്, കാലിബംഗാനിലും ഉണ്ട്. അടുത്തതാണ് സുർഖ ജൻഡോർ ഹോഴ്സിൻ്റെ ബോണ് കിട്ടിയത്. ഇത് രണ്ടും വേറെയാണെന്ന് തോന്നുന്നു. അടുത്ത ധോളാവീര, അതാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഒന്ന് 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജയൻറ്റ് വാട്ടർ റിസർവോയർ വരുന്ന അധികം ക്വസ്റ്റ്യൻ്റെ ആൻസർ ധോളാവീരയാണ്. അപ്പോൾ ഡോള് എന്നില്ല മനസ്സിൽ വിചാരിക്കുക, ഡോള് ദഫ്മുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ഡോള് പോലെ തന്നെ, അതേപോലെ തന്നെ എന്തെങ്കിലും ഫിഗർ വിചാരിക്കുക. അതിനെ 3 പീസാക്കുക.
അപ്പോൾ 3 പാർട്സ് അതിലൊക്കെ വെള്ളമൊഴിച്ച് വെച്ചതായിട്ട് ഓർമ്മിക്കുക. ഡിവൈഡഡ് ഇൻ 3 പാർട്സ്, ജയൻറ്റ് വാട്ടർ റിസർവോയർ, ധോളാവീര, ഗുജറാത്ത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം രാഖീഗർ. രാഖീഗർ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരണമെന്ന കയ്യിൽ കെട്ടുന്ന രാഖി. അപ്പോൾ കുറേ ആൾക്കാർ പരസ്പരം രാഖി കെട്ടി അവർ വലുതായി. അപ്പോൾ എന്തായി? വലിയൊരു കമ്മ്യൂണിറ്റിയായി. ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ. രാഖീഗർ ലാർജസ്റ്റ് സൈറ്റ് ഇൻ ഇന്ത്യ. ഇവിടെയാണുള്ളത് ഹരിയാന. അപ്പോൾ ഇവിടെ എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെ കിട്ടി? ടെറാക്കോട്ട മെറ്റീരിയലിലുള്ള വീൽസും ടോയ്സും, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സും വീൽസും. ഏത് നദിയുടെ കീഴിലാണ്? ഘാഗർ നദി. അപ്പോൾ ഈ ഭാഗം ഏകദേശം ഏതാണ്? ഘാഗർ നദീൻ്റെ കീഴിലാണ്. ബിരാന. ബിരാന എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ബിരാന ഏറ്റവും പഴയത് ഓൾഡസ്റ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റാണ് ബിരാന, ഹരിയാനയിലുള്ളതാണ്. ബനാവലി. ബനാവലി എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഒരു ബനാനേൻ്റെ ഫിഗർ വരും. അപ്പോൾ എന്തോ മനസ്സിലാവും? അത് ഗ്രിഡ് പാറ്റേൺ അല്ല, അത് വേറെന്തോ ഒരു പാറ്റേൺ ആണ്. ഏതാണ്? റേഡിയൽ പാറ്റേണിലാണ്. ബനാവലി ബനാനേൻ്റെ ഫിഗർ ഓർമ്മ കുറച്ച് വളഞ്ഞിട്ടല്ലേ, അപ്പോൾ ലാക്ക് ഓഫ് ഗ്രിഡ് പാറ്റേൺ. അതാണ് ബനാവലിൻ്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻറ്റ്. ഇത് റോപ്പർ, ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. റോപ്പർ എന്ന് പറയുന്നത് ഒരുപാട് സിവിലൈസേഷൻ ഒരേ സൈറ്റിൽ കണ്ടെത്തിയ ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഡോഗ് വിത്ത് ഒരു യജമാനൻ്റെ നായിയും കൂടെ ഒരേ സ്ഥലത്ത് ബെറി ചെയ്തിട്ടുണ്ട്. ബെറിയൽ വിത്ത് ഡോഗ്, റോപ്പർ. ബെറിയൽ പിറ്റിൻ്റെ ഷേപ്പ് ഓവൽ. സനോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്റ്റെൻഡഡ് ബെറിയൽ, കുറച്ചും കൂടെ ആഴത്തിൽ ഡീപ്പായിട്ടുള്ള ഒരു ഏരിയയിൽ ബെറി ചെയ്യുന്നത്. അപ്പോൾ അതാണ് എക്സ്റ്റെൻഡഡ് ബെറിയൽ കിട്ടിയത് സനോളി. ഈ ബെറിയലിൻ്റെ തന്നെ 3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എക്സ്റ്റെൻഡഡ് ബെറിയലാണ് സനോളി. അപ്പോൾ അത്യാവശ്യം പോയിൻറ്റ്സ് കവറായി. ഇനി ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഇൻ വിച്ച് ഇയർ വാസ് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഫസ്റ്റ് ഡിസ്കവേർഡ്? അതായത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഹാരപ്പൻ സൈറ്റാണ്. അതുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നും കൂടെ പേര് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്? അത് ഏത് വർഷമാണ് കണ്ടെത്തിയത്? 1921. എങ്ങനെയെങ്കിലും ഓർമ്മിക്കുക. 1920 നോ കോപ്പറേഷൻ. ഫസ്റ്റ് കണ്ടെത്തിയത് ഹാരപ്പൻ 1921. മോഹൻജദാരോ 1922. ദ വേർഡ് ഇന്ത്യ കെയിം ഫ്രം ഇൻഡസ് കോൾഡ് ഡാഷ് ഇൻ സംസ്കൃത്. അതായത് ഇൻഡസ് എന്ന് വിളിക്കുന്നതിൻ്റെ സിന്ധു നദീനെയാണ്. സിന്ധു നദീൻ്റെ സംസ്കൃതത്തിലെ പേരാണ്, ഇൻഡസ് നദീൻ്റെ സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാണ് സിന്ധു. സിമ്പിൾ ക്വസ്റ്റ്യൻ. Which one of the following archaeologists discovered the Harappan site of Indus Valley Civilization? ഹാരപ്പ കണ്ടുപിടിച്ചത്. ഹാരപ്പ എന്ന് പറയുമ്പോൾ രവി നദീൻ്റെ കീഴിലാണ്. ഹാരപ്പ കണ്ടുപിടിച്ചത് 1921. ആരാന്ന് ചോദിച്ചാൽ ദയാറാം സാനിയാണ് കണ്ടുപിടിച്ചത്. അത് കണ്ടുപിടിക്കുമ്പോഴുള്ള ASIൻ്റെ ഡയറക്ടർ ജോൺ മാർഷൽ. മെയിൻ ഒക്കുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ്. അതായത് ഹണ്ടിങ് ഒക്കെ പറഞ്ഞ ഏതാണ്? നമ്മളെ സ്റ്റോൺ ഏജിൻ്റെ സമയത്തൊക്കെയാണ്. വാറൊക്കെ വരുന്നത് അതിന് ശേഷമാണ്. പ്രധാനപ്പെട്ട എന്താണ്? നമ്മൾ ഗ്രാനറീസിനൊക്കെ പറ്റി പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്രാനറി, വലിയ ഗ്രാനറി, അവിടെ 6ൻ്റെ 2 എണ്ണം, അതായത് 6 2 റോ ഹരപ്പല്ലുണ്ട്. മോഹൻജദാരോയിൽ ഗ്രേറ്റ് ഗ്രാനറി എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചറാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കുപ്പേഷൻ. അക്കോർഡിംഗ് ടു ആർക്കിയോളജിസ്റ്റ്, ഇൻ ഹാരപ്പൻ സിറ്റീസ്, അതായത് ഇൻഡസ് വാലി സിറ്റീസ്, ദ പാർട്ട് ടു ദ വെസ്റ്റ് വാസ് സ്മോളർ ആൻഡ് ആർ ഹയർ വാസ് നോൺ ആസ്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ ഒരു കോമൺ ആയിട്ടുള്ളൊരു ട്രെൻഡ് ഈ സൈറ്റുകളിലൊക്കെ ഉണ്ട്. അതായത് വെസ്റ്റ്, അത് നോർത്ത് ഈസ്റ്റ്, വെസ്റ്റ് സൗത്ത്, വെസ്റ്റ് ഭാഗത്ത് ഒരു ചെറിയ സൈറ്റ് കുറച്ച് ഉയർന്നിട്ടുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് സിറ്റഡൽ അഥവാ അക്രോപോളിസ്. അക്കോർഡിംഗ് ടു ആർക്കിയോളജിസ്റ്റ്, ഇൻ ഹാരപ്പൻ സിറ്റീസ് ദ പാർട്ട് ടു ദ വെസ്റ്റ്. പിന്നെ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. സിറ്റഡൽ പൊതുവെ ഏത് ഡയറക്ഷനിലാണ് കാണുക? വെസ്റ്റിൽ. സ്മോളർ ആണ്, ഹയർ ആണ്. ബാക്കി കോമൺ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ അത് ചെറുതാണ്, പക്ഷേ ഹയർ ആണ്. അതിന് വിളിക്കുന്ന പേരാണ് സിറ്റഡൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റീസ് എക്സിസ്റ്റഡ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പോൾ ഇത് സിമ്പിള്. അതിൻ്റെ മറ്റൊരു പേര് തന്നെ ഹാരപ്പയാണ്. മുസിരീസൊക്കെ നമ്മളതാണ്. സാഞ്ചി, അയോധ്യ. അപ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സിറ്റീസ് ഹാരപ്പൻ സിറ്റീസ് ഹാവ് നോട്ട് ബീൻ ഫൗണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെ സംസ്ഥാനം ഇല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് നമുക്ക് ഈ ഏകദേശം നമുക്കറിയാം ഈ ഒരു ഭാഗത്താണ്
ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ഈ ഒരു ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ അതിലില്ലാത്ത ഏതാണെന്ന് നോക്കാം. ഹരിയാന ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. അപ്പോൾ എന്തില്ല? ഉത്തരാഖണ്ഡ് ഇല്ല. അപ്പോൾ ഇതൊരു നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ ഉത്തരാഖണ്ഡിൽ ഹാരപ്പൻ സിറ്റീസ് ഒന്നുമില്ല. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ജഡൈറ്റ് സ്റ്റോൺസ്. അപ്പോൾ ഇത് ഒരു പച്ച നിറത്തിൽ ഒരു സ്റ്റോൺ കാണിച്ചിട്ടുണ്ടായിരുന്നു, കാണാൻ എമറാൾഡ് പോലെയുള്ള ജെയ്ഡ് സ്റ്റോണ്. അത് കണ്ടെത്തിയത് എവിടെയാണ്? കണ്ടെത്തിയ പറഞ്ഞിട്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൽ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ആസാമിലാണ് എന്ത് കണ്ടെത്തിയത്? ദാവുജാലി ഹേഡിങ്ങിലാണ് ജഡൈറ്റ് സ്റ്റോൺസ് കണ്ടെത്തിയത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഹാരപ്പൻ സിവിലൈസേഷനിൽ ജഡൈറ്റ് സ്റ്റോൺ കണ്ടെത്തിയത് എവിടുന്നാണ്? ദാവുജാലി ഹേഡിങ്, ആസാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റൽസ് വാസ് യൂസ്ഡ് ടു മേക്ക് വെപ്പൺസ് ആൻഡ് ടോൾസ് ഇൻ ഹാരപ്പൻ സിറ്റീസ്? അപ്പോൾ ഇത് ചോദിക്കുന്നത് എന്താണ്? ഹാരപ്പൻ സിറ്റിയിൽ വെപ്പൺസും ടോൾസും ഒക്കെ ഉപയോഗിക്കാൻ യൂസ് ചെയ്ത മെറ്റൽ ഏതാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയേണ്ടത് ആദ്യം സ്റ്റോൺ ഏജ്, സ്റ്റോൺ ഉപയോഗിച്ചു. രണ്ടാമത്തത് ചാൽക്കോലിത്തിക്, അവിടെ ഉപയോഗിച്ചത് കോപ്പർ യൂസ് ചെയ്തു. മൂന്നാമത്തതാണ് നമ്മൾ പറയുന്ന ബ്രോൺസ് ഏജ് അഥവാ ഇവിടെ ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് യൂസ് ചെയ്യുക? ബ്രോൺസിൽ വരുന്ന ഏതാണ് മെറ്റൽ വെപ്പൺ യൂസ് ചെയ്യാൻ? കോപ്പറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അയൺ എന്തില്ല, അയൺ കണ്ടുപിടിക്കണം അത്രേ. ഗോൾഡ് മെറ്റൽ വെപ്പൺ യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കില്ല. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് കോപ്പർ. അപ്പോൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം, ബ്രോൺസ് ഏജിലാണ് ഉള്ളത്. അയണാണ് ശരിക്കും വെപ്പൺ യൂസ് ചെയ്യാൻ, വെപ്പൺ ഉണ്ടാക്കാണ്ട് നല്ലത് ഏതാണ്? അയണാണ്. പക്ഷെ അയൺ അതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ട് കോപ്പർ ആൻസർ ചെയ്യാം. ദ ഹാരപ്പൻ ബ്രോട്ട് ഗോൾഡ് ഫ്രം പ്രസൻറ്റ് ഡേ ഡാഷ് ഇൻ ഇന്ത്യ. അതായത് ഗോൾഡ് ഏത് ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സംസ്ഥാനത്താണ് കൊണ്ടുവന്നത്? അപ്പോൾ എന്താ ആലോചിക്കുക, KGF എന്ന് പറയുന്ന സിനിമ എവിടുന്ന്? കോളാർ ഗോൾഡ് ഫീൽഡ്. അവിടെ ഗോൾഡ് ഫീൽഡിലുമായി ബന്ധപ്പെട്ടുള്ള സിനിമയാണ് KGF. അപ്പോൾ അത് ഏത് സിനിമ? കന്നഡ സിനിമയാണ്. അപ്പോൾ ആൻസർ കർണാടക. ഹാരപ്പൻസ് ബോട്ട് ഗോൾഡ് ഫ്രം കർണാടക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഹൗസ് റിമെയിൻസ് were ഫൗണ്ട് ഇൻ മെഹർഗർ സൈറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? മെഹർഗർ എവിടെയും പഠിച്ചിട്ടുണ്ട്, V2 ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് ഹൗസ് റിമെയിൻസിൻ്റെ ഏത് ടൈപ്പാണെന്നാണ് ചോദിക്കുന്നത്. സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടൊക്കെ ഏത് ഷേപ്പിലാണ് ഉള്ളത്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ മറ്റേ ആ ഗ്രിഡ് ഡിസൈൻ ആലോചിച്ചാൽ മതി. ഗ്രിഡ് ഡിസൈനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തായിരിക്കും? സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ ആയിരിക്കും ഇവിടുത്തെ ഹൗസ്. ആ ലോജിക്കൽ സ്ക്വയർ ഓർ റെക്റ്റാങ്കിൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് ലൊക്കേറ്റഡ് നിയർ ബോലാൻ പാസ്? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടിട്ടുണ്ടായിരുന്നു. ചിരാന്ത് ബീഹാറിലുള്ള ഒരു സ്ഥലം, ഗുഫ്ക്രൽ എവിടെ കേട്ടത്? കാശ്മീരിലെ 2 ബുർസാഹോമും ഗുഫ്ക്രലും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? മെഹർഗർ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോലാൻ പാസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ മേലെ, നമ്മളെ മറ്റേൻ്റെ മേലെ, കാശ്മീരിൻ്റെ ഒക്കെ മേലെയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ബോലാൻ പാസ്. അവിടെ ഉള്ളത് മെഹർഗർ. ഇത് ഓർത്ത് നോക്കുക, മെഹർഗർ, ബോലാൻ പാസ്. കാരണം ഇനി ഇപ്രാവശ്യം ഇത് ചോദിച്ചു, ഇനി അടുത്ത പ്രാവശ്യം തിരിച്ചിട്ട് വേറെ ഏതെങ്കിലും ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് were നോട്ട് പാർട്ട് ഓഫ് എ സിറ്റഡൽ ഇൻ ഹാരപ്പൻ ആർക്കിടെക്ചർ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് എന്തറിയാം? സിറ്റഡൽ എന്താണെന്ന് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. സിറ്റഡൽ എന്താണ്? വെസ്റ്റ് ഭാഗത്ത് കാണുന്ന ചെറിയ ഉയർന്നിട്ടുള്ള അക്രോപോളിസ്, പ്രധാനപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് സിറ്റഡൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആലോചിച്ച് നോക്കുക. 4ാമത്തെ പോയിന്റ് എന്താ? നോട്ട് പാർട്ട് എന്നാണ് ചോദിക്കുന്നത്. ശ്രദ്ധിക്കണം, നോട്ട് പാർട്ട് ഓഫ് സിറ്റഡൽ. അപ്പോൾ ആൻസർ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഫോർ മാസസ്. മാസസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം എവിടെയാണ് ഉണ്ടാവുക? ഇവിടെയൊക്കെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് സിറ്റഡലിൻ്റെ ഭാഗമല്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? സിറ്റഡലിൽ എന്തൊക്കെയുണ്ട്? ഗ്രെയിൻസ് സൂക്ഷിക്കാനുള്ള സ്റ്റോർ ഹൗസ്. മോഹൻജദാരോയിൽ നമ്മൾ നടുക്ക് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ഗ്രേറ്റ് ബാത്ത് ഫോർ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ, റിച്വൽ ബാത്തിന് വേണ്ടിയിട്ടുള്ളത്. റിലീജിയസ് സെറിമണീസിനുള്ള ഫയർ അൽത്താർ, നമ്മൾ തീക്കുമ്പൊക്കെ കാണുന്നില്ലേ, അതുപോലെ ഫയർ അൽത്താർസ്, മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പലതും ഉണ്ട്. ഫയർ അൽത്താർസ് ഫോർ റിലീജിയസ് സെറിമണീസ്. അവിടെ സിറ്റഡലിൽ ഇല്ലാത്തത് റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഫോർ മാസസ്. ഇൻ മഗൗൺ ആൻ ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ഡാഷ് റിവർ. അപ്പോൾ ഇതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ഗോത്ത് റിവറിൻ്റെ അടുത്താണ് ഇൻമഗോൺ ഉള്ളത്.
എനിക്കൊന്ന് മഹാരാഷ്ട്രയിലാണെന്ന് തോന്നുന്നു. വാട്ട് വാസ് ദ ഷേപ്പ് ഓഫ് ദ ഗ്രേറ്റ് ബാത്ത് ഓഫ് മോഹൻജോദാരോ? മോഹൻജോദാരോയിലെ ഒരു ഫിഗർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റഡലിൻ്റെ നടുക്ക് ഒരു ഗ്രേറ്റ് ബാത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? ഷേപ്പ് സ്ക്വയർ അല്ല, റെക്റ്റാങ്കിൾ. ഇത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക്. സ്ക്വയർ ആണോ റെക്റ്റാങ്കിളോ? സർക്കുലർ അല്ല, എലിപ്റ്റിക്കൽ അല്ല എന്ന് മനസ്സിലാവും. സ്ക്വയർ ആണോ റെക്റ്റാങ്കിൾ? അപ്പോൾ ഏതാണ്? റെക്റ്റാങ്കുലറാണ്. അത് ആ ഒരു സിനിമയിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ധോളാവീര. ധോളാവീര വിച്ച് വാസ് ദ ആൻഷ്യൻ ഹാരപ്പൻ സൈറ്റ് വാസ് ഡിവൈഡഡ് ഇൻ ടു ഡാഷ് പാർട്സ്. ഇതിന് ഇനിയിപ്പോൾ എളുപ്പമായിരിക്കും. ധോളാവീര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കി വരുന്നത് ഗുജറാത്തിലുള്ള ഒരു ഏരിയ ആണ്. അവിടെ എന്താണ് 3 പാർട്ടാക്കിയിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അതിൽ വെള്ളമുണ്ട്, വാട്ടർ റിസർവോയർ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഡിവൈഡഡ് ഇൻ ടു ഡാഷ് പാർട്സ്, 3 പാർട്സ്. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്നുകൂടെ ആലോചിക്കണമെങ്കിൽ എന്തെല്ലാം ഉണ്ട്? ധോളാവീരയിൽ 3 പാർട്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാണ്? ഒന്ന് സിറ്റഡൽ, പിന്നെ ഒന്ന് ലോവറോ. സാധാരണ ലോവറല്ലേ ഉണ്ടാവും. സാധാരണ ഇപ്പം ഇങ്ങനെയല്ലേ പറഞ്ഞത് നമ്മൾ. സിറ്റഡലും ഉണ്ടാവും, ഒരു ലോവർ പാർട്ടും ഉണ്ടാവും. ഇവിടെ അതിന് പകരം എന്തുണ്ട്? ഷേപ്പ് ഇങ്ങനെ ആയിരിക്കില്ല. സിറ്റഡൽ, ലോവർ, മിഡിൽ. അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ വാസ് ഗ്രേറ്റ് ബാത്ത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഗ്രേറ്റ് ബാത്ത് എവിടെയാണ് കണ്ടെത്തിയത്? ഗ്രേറ്റ് ബാത്ത് ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലുണ്ടാവും. മോഹൻജോദാരോ. മോഹൻജോദാരോയിലാണ് ഗ്രേറ്റ് ബാത്ത് കണ്ടെത്തിയത്. അടുത്തത്, എ ഡോക്യാർഡ് വാസ് ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പോൾ ഇത് നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരും. ഏത്? ഇങ്ങനൊരു ഫിഗർ മനസ്സിലേക്ക് വരിക. കടലിൻ്റെ അടുത്ത് ഒരു ഡോക്യാർഡ് അഥവാ പോർട്ട് സിറ്റി. അതൊക്കെ ഏതാണ്? ലോത്തൽ. ലോത്തലാണ് ഇൻഡസ് വാലി സിവിലൈസേഷനിലെ ഡോക്യാർഡ്. അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബെറിയലുമായി 3 എണ്ണം പറഞ്ഞപ്പോൾ അതിലൊന്ന് ലോത്തലായിരുന്നു. ഏതാണ്? ഡബിൾ ബെറിയൽ. 2 ആളുകൾ ഒരുമിച്ച്. ഡബിൾ ബെറിയൽ ലോത്തലിലാണ്. ഫയർ അൽത്താർസ് ഉണ്ടായിരുന്നു. അതാണ് ലോത്തലിൽ പറഞ്ഞത്. കാലിബംഗാലിൽ എന്താ പറഞ്ഞത്? 7 ഫയർ അൽത്താർസ് കാലിബംഗാലിൽ. മോസ്റ്റ് ഹാരപ്പൻ സീൽസ് ആർ മെയ്ഡ് ഓഫ്. അതായത് നമ്മൾ നേരത്തെ കുറേ സീൽസിൻ്റെ കാര്യം പറഞ്ഞു. അവിടുന്ന് ആനിമൽസിൻ്റെ കിട്ടി, കുറേ പിക്ചേഴ്സ് കിട്ടി, ഒരുപാട് ഡീറ്റെയിൽസ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷനിലെ സീൽസ് കൂടുതലായിട്ടും ഏത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്? ഇത് മറ്റേ സ്റ്റിയറ്റൈറ്റ്. ഇത് സോഫ്റ്റ് സ്റ്റോൺ വിഭാഗത്തിൽ പെടുന്നതാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ്സ് ഈസ് ഇൻ ഹരിയാന? അപ്പോൾ ഇവിടെ നിന്നാണ് ഏകദേശം ലൊക്കേഷൻ എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. കാലിബംഗൻ എവിടെയാണ്? കാലിബംഗൻ രാജസ്ഥാനിൽ. അപ്പോൾ ഇതെല്ലാം മനസ്സിലായി. കാലിബംഗൻ എന്ന് പറഞ്ഞാൽ കറുത്ത വളകൾ. അതുള്ളത് 7 ഫയർ അൽത്താർസ് ഉള്ള കാലിബംഗൻ. അവിടെ എന്തുണ്ട്? പ്ലോഡ് ഫീൽഡ്സ്, നിലം ഉഴുതതായിട്ട് തെളിവുണ്ട്. ഇതാണ് കാലിബംഗൻ, രാജസ്ഥാൻ. അപ്പോൾ അതുകൂടെ എഴുതുക, രാജസ്ഥാൻ. ലോത്തൽ എന്ന് പറയുന്ന പോർട്ട് സിറ്റി അതെവിടെയാണ്? ഗുജറാത്തിൽ. അപ്പോൾ അതാണ്? അതുമല്ല. നമ്മളോട് ചോദിക്കുന്നത് ഹരിയാനയിലാണ്. ധോളാവീരയും ഗുജറാത്ത്. അപ്പോൾ അടുത്ത രാഖീഗർ, ഏറ്റവും വലിയ. രാഖി എന്ന് പറയുമ്പോൾ രാഖി കയ്യിൽ കെട്ടി കെട്ടി വലിയ കൂട്ട ആൾക്കാരായി. അപ്പോൾ അത് ഏറ്റവും വലിയ സൈറ്റാണ്. അതാണ് ഹരിയാന. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാരപ്പൻ സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ അഫ്ഗാനിസ്ഥാൻ? അതായത് ഇന്ത്യയും കഴിഞ്ഞ് പിന്നെ പാകിസ്ഥാൻ്റെ ഒരു ഏരിയയും കഴിഞ്ഞ് തൊട്ടിപ്പുറത്തുള്ള ഒരു ഭാഗം. അവിടെയാണല്ലോ അഫ്ഗാനിസ്ഥാനുള്ളത്. അവിടെയുള്ള ഹാരപ്പൻ സൈറ്റ് ഏതാണെന്ന് വഹിക്കുന്നത്? അത് സൊർത്തൂഗണ്ട. ബാലക്കോട്ട് പാകിസ്ഥാനിലുള്ളത്. ബാക്കി പ്രശ്നം നടന്നത് കാലിബംഗൻ, രാജസ്ഥാൻ. അപ്പോൾ എവിടെ ആൻസർ? അഫ്ഗാനിസ്ഥാനിലുള്ള ഹാരപ്പൻ സൈറ്റ് ഈ ഓപ്ഷനിലുള്ളതിൽ സൊർത്തൂഗണ്ട. വിച്ച് മെറ്റൽ ഡിഡ് ഹാരപ്പൻ ഫ്രം ദ പ്രസൻറ്റ് ഡേ രാജസ്ഥാൻ? വിച്ച് മെറ്റൽ ഡിഡ് ദ ഹാരപ്പൻസ് ഗെറ്റ് ഫ്രം ദ പ്രസൻറ്റ് ഡേ രാജസ്ഥാൻ? കർണാടകയിൽ നിന്ന് ഗോൾഡ് കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ രാജസ്ഥാനിൽ നിന്ന് ഏത് മെറ്റലാണ് കിട്ടിയത്? രാജസ്ഥാനിൽ നിന്ന് കിട്ടിയത് കോപ്പറാണ്. വിച്ച് മെറ്റൽ ഡിഡ് ഹാരപ്പൻസ് ഗെറ്റ് ഫ്രം പ്രസൻറ്റ് ഡേ രാജസ്ഥാൻ? കോപ്പർ. ഇപ്പോൾ നമ്മളിനി മറ്റേത് പഠിക്കും രാജസ്ഥാനിലെ K3 മൈൻസ് ഒക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ലോത്തൽ. ലോത്തൽ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് പോർട്ട് സിറ്റി, ഡോക്യാർഡ്, ലോത്തൽ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. ലോത്തൽ, എ പ്രോമിനൻറ്റ് സിറ്റി ഓഫ് ആൻഷ്യൻ്റ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ്? എളുപ്പം. ലോത്തൽ എവിടെയാണ്? ഗുജറാത്ത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഓഫ് civilization is not on the bank of river Indus? സിന്ധു നദി. സിന്ധു നദിയിലേക്ക് കുറേ പഞ്ചനദികൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ സിന്ധു നദീൻ്റെ അടുത്തില്ലാത്തത് ഏതാണ്?
ചാൻഹുദാരോ, നമ്മൾ ചാൻഹുദാരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിറ്റഡൽ ഇല്ലാത്തത്. മോഹൻജദാരോ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലേക്കൂടെ ഈ സിന്ധു നദി പോകുന്നതായി കാണും. ഇതിൽ വരുന്ന പ്രളയം കാരണമാണ് ഇത് നശിക്കാനുള്ള ഒരു കാരണം. അടുത്ത റോപ്പറാണ് ഇൻഡസ് നദിക്ക് കീഴിലല്ലാത്തത്. റോപ്പർ കേട്ടത് എവിടെയാണ്? ഒരു ബെറിയൽ പിറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഓവൽ ബെറിയൽ പിറ്റാണ് റോപ്പർ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, തിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നൊരു കാര്യം മനസ്സിലാക്കാം. കോൾദിജി, മോഹൻജദാരോ, ചാൻഹുദാരോ ഇത് മൂന്നും ഇൻഡസ് നദിയുടെ ബാങ്കിലാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഹാസ് എവിഡൻസ് ഓഫ് പിറ്റ് ഡ്വെല്ലിംഗ്? പിറ്റ് ഡ്വെല്ലിംഗ് എവിടെയാണുള്ളത്? പിറ്റ് ഡ്വെല്ലിംഗ് ഉള്ളത് ബുർസാഹോം. ഇത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റ് ഡ്വെല്ലിങ്ങും അതുപോലെ ഡോഗിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതിൻ്റെ തെളിവും കിട്ടിയത് ഡോഗ്, ബൗബൗ, ബുർസാഹോം, കാശ്മീരി. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ ഈസ് ദ സൈറ്റ് ഓഫ് ആൻഷ്യൻ സിവിലൈസേഷൻ ഓഫ് മോഹൻജൊദാരോ ലൊക്കേറ്റഡ്? അതായത് പാകിസ്ഥാനിൽ നമ്മളിപ്പോൾ കേരളം, കർണാടക എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് പ്രൊവിൻസുകളായിട്ടാണ് പാകിസ്ഥാനെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ വിച്ച് പ്രൊവിൻസ് ഓഫ് പാകിസ്ഥാൻ ഈസ് ദ സൈറ്റ് ഓഫ് ആൻഷ്യൻ സിവിലൈസേഷൻ ഓഫ് മോഹൻജൊദാരോ ലൊക്കേറ്റഡ്? അപ്പോൾ സിന്ധ് പ്രവിശ്യയിലാണ് മോഹൻജൊദാരോ, പാകിസ്ഥാനിലെ പ്രൊവിൻസ് സിന്ധ് പ്രൊവിൻസിലാണ് നമ്മളീ പറയുന്ന മോഹൻജൊദാരോ ഉള്ളത്. ഡാഷ് ഈസ് കൺസിഡേർഡ് ടു ബി ദ ഓൾഡസ്റ്റ് ഡിസ്കവറി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ഏറ്റവും ലാർജസ്റ്റ് ഏതാണ്? ഇവിടെ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ബിർദാനയാണ് ഏറ്റവും ഓൾഡസ്റ്റ്. രാഖിഗറിയാണ് ഏറ്റവും ലാർജസ്റ്റ്. ഈ രണ്ടും ഒരുമിച്ച് ഒരേപോലെ സെപ്പറേറ്റ് പഠിക്കാതെ ഒരുമിച്ച് പഠിക്കുക. രാഖിഗർ ഏറ്റവും വലുത്, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ്. നമ്മളിവരെ പിന്നെ ഡേറ്റിംഗ് ഒക്കെ നടത്തി മനസ്സിലാക്കുമല്ലോ ഏറ്റവും ഓൾഡസ്റ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഡിസ്കവറി ബിർദാന. അടുത്തത് മോഹൻജൊദാരോ, സൈറ്റ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ്, എളുപ്പം, ഇൻഡസ് റിവർ. ഇതാ സിനിമയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവിടുന്ന് പ്രളയം വരുന്നതല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ നേച്ചർ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? അപ്പം ഇത് ഇത്രയും സമയം പറഞ്ഞത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഗ്രിഡ് പ്ലാന്, അതുപോലെ അവിടുത്തെ വാട്ടർ ഇറിഗേഷൻ സിസ്റ്റം, അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? അർബൻ നേച്ചറിലുള്ളതാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത. ഈ 2500 BC തന്നെ ഇന്ന് നമ്മൾ കാണുന്നത് പോലുള്ള പ്രോട്ടോ സിറ്റീസ് അർബൻ നേച്ചറിലുള്ള ഡിസൈനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻസർ അർബൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. ഇതിലൊരുപാട് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഇനിയും നോക്കാനുണ്ട്. ഏകദേശം എല്ലാ പോയിന്റ്സും കവർ ആയിട്ടുണ്ട്.